പുതുപാട്ടു പ്രിയൻ താരുന്നു. എന്റെ ഉള്ളം സ്നേഹത്താൽ നിറയുന്നു. എന്റെ രക്ഷകൻ വേഗത്തിൽ വരുമേ. എന്റെ ആകുലങ്ങളൊന്നു തീരുമേ. ഞാൻ നവ്യഗാനം അന്നു പാടുമേ. ആനന്ദോ ആനന്ദോ ആനന്ദം ആത്മനാഥനോടു എന്റെ വാസമാനന്ദോ. ആനന്ദോ ആനന്ദോ ആനന്ദം ആത്മനാഥനോടു എന്റെ വാസമാനന്ദോ. ഓലാക്കു നോക്കി ഞാൻ എന്റെ ഓട്ടം ഓടുന്നു. ലാഭമായതെല്ലാം ഞാൻ വെറുത്തു തള്ളുന്നു. ലാക്കു നോക്കി ഞാൻ എന്റെ ഓട്ടമോടുന്നു. ലാഭമായതെല്ലാം ഞാൻ വെറുത്തു തള്ളുന്നു. ലഭിക്കും നിശ്ചയം വിരുദം ഞാൻ പ്രാപിക്കുന്നു. ആ ലക്ഷം ദൂതർമുണ്ടാകേ. ഞാൻ ദൈവകിരീടം വന്നു ചൂടുമേ. ആനന്ദോ ആനന്ദോ ആനന്ദം ആത്മനാഥനോടു എന്റെ വാസമാനന്ദോ. ആനന്ദം ആനന്ദോ ആനന്ദം ആത്മനാഥനോടു എന്റെ വാസമാനന്ദോ. ജീവജലവാഹിനിയിൽ ദാഹം തീർക്കുമേ. ജീവവൃക്ഷത്തിന്റെ ഫലം വന്നു തിന്നുമേ. ജീവജലവാഹിനിയിൽ ദാഹം തീർക്കുമേ. ജീവവൃക്ഷത്തിന്റെ ഫലം വന്നു തിന്നുമേ. ജീവനായകൻ യേശുവിൻ കൂടവേ. ജീവപരുതിയിൽ വിശ്രാമം ചെയ്യുമേ. ഞാൻ ദൂതരെയും അന്നും വാഴുമേ. ഞാൻ ദൂതരെയും എന്നും വാഴുമേ. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദോ. ആനന്ദം 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 ആത്മനാഥനോടു എന്റെ വാസമാനന്ദോ. ആമേൻ. ഹല്ലേലൂയ. രാവിലെ സമയത്ത് പ്രേയറിലേക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും കർത്താവായ നാമത്തില് എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരെയും ഓർക്കുമ്പോഴൊക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. ഈ പ്രേയർ ലൈൻ ദൈവം സ്റ്റാർട്ട് ചെയ്തല്ലോ ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എപ്പോഴും വന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അനുസരിച്ചവിടെ സാക്ഷ്യങ്ങളെ കേൾക്കുവാനും രാത്രി 8 മണിയാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അനുസരിച്ചവിടെ സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത്. സ്തോത്രം. ഇതിനും പിരിമ്പിനും മൂർച്ച കൊടുക്കുന്ന പോലെ തണുപ്പിക്കുന്ന ഒരു തണുപ്പ് കിട്ടും. സ്തോത്രം. അനുകരിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അനേകർക്ക് അനുഗ്രഹമാക്കി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസിലോട് ഡയറക്ട് പ്രയർ ലൈനിൽ നിന്ന് യൂട്യൂബിൽ പോയി ടൈപ്പ് ചെയ്താൽ മതി. എല്ലാ സാക്ഷ്യങ്ങളെല്ലാം അതിനകത്ത് കിട്ടും. സ്തോത്രം. പ്രൈസിലോട് കഴിയുന്നതും മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക. ഉദ്ദേശം പ്രയർ ലൈനിനെ പറ്റി വലുതാക്കാൻ വേണ്ടിയല്ല, ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന എല്ലാവരും കർത്താവിന് ഓരോന്ന് ഒരുങ്ങണം. അതുകൊണ്ടാണ് ഹബക്കൂക്കിന്റെ പുസ്തകത്തിലെ പിന്നെ ആ ഭാഗം അതാ വായിക്കുന്നത്. എന്നോട് രാജ്യത്തെ ഇലക്ഷനെ പറ്റി ദൈവാത്മാവ് സംസാരിച്ചൊരു വാക്യം. ആ വാക്യം ഞാൻ ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ അവസാന ഭാഗം വായിച്ചു നോക്കിക്കേ. അവൻ തന്റെ വലയ്ക്ക് ബലിയടിക്കുന്നു, കോലുവലയ്ക്ക് ധൂപം കാട്ടുന്നു. അവയാലല്ലോ അവന്റെ ഓഹരി പുഷ്ടിയുള്ളതും അവന്റെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നു. അത് നിമിത്തം അവൻ തന്റെ വല കുടഞ്ഞ് ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ? ഹബക്കൂക്കിന്റെ കംപ്ലൈന്റാ. ഹബക്കൂക്ക് പറയുന്നത് ബാബിലോണിയർ വന്ന് യഹൂദന്മാരെ എല്ലാം പിടിച്ചോണ്ട് പോവാ. ദൈവം അനുവദിക്കാതൊന്നും ചെയ്യാനൊക്കത്തില്ല. അവരിങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഞങ്ങളുടെ കാര്യം സാധിക്കുന്നതൊക്കെ അവർ ചിന്തിക്കുന്നു. അതാ ആ വാക്യം ഒന്നുകൂടെ വായിച്ചത്. അവരുടെ ബലികഴിക്കുന്നു, കോരുവലയ്ക്ക് ധൂപം കാട്ടുന്നു. അവരുടെ കോരുവലയ്ക്ക് അവർ ധൂപം കാട്ടുന്നു.
അവരെയായിരിക്കും നമ്മുടെ കോരുവലയുടെ മിടുക്കൊണ്ട് ഇതെല്ലാം പിടിച്ചോണ്ട് പോകുന്നത്. എന്റെ ദൈവം അനുവദിക്കാതെ ഒന്നും നടക്കത്തില്ല ഭൂമിയിൽ. യഹോവയായ കർത്താവ് പറഞ്ഞിട്ടല്ലാതെ എന്താ ഭൂമിയിൽ സംഭവിക്കുന്നത്? ആ വാക്യം എവിടാന്നറിയാമോ? സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം 3-36 വാക്യം ഒന്ന് തോന്നുന്നു. വാക്യം നോക്കിയിട്ട് എന്റെ പിതാവായ യഹോവയായ കർത്താവ് കൽപ്പിച്ചിട്ടല്ലാതെ എന്ത് നടക്കുന്നു ഭൂമിയിൽ? വിലാപങ്ങൾ 3:36. മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ച് കളയുന്നതും കർത്താവ് കാണുകയില്ലയോ? കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. ഈ വാക്യം ഓർത്തോണേ. കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു എന്തെങ്കിലും സംഭവിക്കുന്നത്. ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ദൈവം പറഞ്ഞിട്ടേ നടക്കത്തുള്ളൂ. ആമോസിന്റെ പുസ്തകത്തിൽ ഞാൻ എപ്പോഴും വായിക്കുന്ന വാക്യമാണ്, തന്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഇവിടെ ഇത് അബൂഖുദ്റോസ് പ്രാർത്ഥിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടിരുന്നപ്പോണ്ടല്ലോ ബാബിലോണിൽ വന്ന് പിന്നെ പിടിച്ചുകൊണ്ട് പോവാ. പിന്നെ അബൂഖുദ്റോസ് ചോദിക്കുക, കർത്താവേ ഇതെന്തോ ഈ കാണിക്കുന്നത്? അവരവരുടെ കോരുവലയ്ക്ക് ധൂപം കാട്ടുന്ന, അവരുടെ മിടുക്കൊണ്ട് സാധിച്ചെന്ന് അവർക്ക് കണ്ടോ, ഞങ്ങൾ ഇതെല്ലാം സാധിച്ച കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ദൈവം ഹബക്കൂക്കിനോട് പറഞ്ഞു, എഴുതിക്കോളാൻ പറഞ്ഞു. ഈ വചനം എഴുതിക്കോളാൻ. ഏതാ വാക്യം എന്നറിയാമോ? 5-ാം വാക്യം. ഇതാ എന്നെ ഈ ദിവസങ്ങൾ എന്നെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം. ഇതാ നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല. അത് എന്നെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം. അവരവരുടെ കോരുവലയ്ക്കൊക്കെ ധൂപം കാട്ടുക. ഞങ്ങളുടെ മിടുക്കൊണ്ടൊക്കെ സാധിച്ചു, കണ്ടോ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചു, എന്താ നടക്കാൻ എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ അവരുടെ കോരുവലയ്ക്ക് അവരെ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവാത്മാവ് സ്തോത്രം ഹബക്കൂക്കിനോട് പറഞ്ഞു, എഴുതിക്കൊള്ളാൻ പറഞ്ഞു. എന്താ എഴുതിയെന്നറിയാമോ? നിന്റെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യും. കൊച്ചുമക്കളുടെ കാലത്തല്ല, നിന്റെ കാലത്തൊരു പ്രവൃത്തി ചെയ്യാൻ പോവാ. നിന്റെ കാലത്തൊരു, അത് വിവരിച്ചാൽ പോലും വിശ്വസിക്കാത്ത പ്രവൃത്തിയാ. ഒരു മനുഷ്യൻ വിശ്വസിക്കാൻ ഒക്കത്തില്ല, അതുപോലത്തെ പ്രവൃത്തിയാ. ആ പ്രവൃത്തിയാണ് നടക്കാൻ പോകുന്നത്. പ്രജകളോട് പ്രവചനാത്മാവിൽ കൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. നിന്റെ കാലത്തൊരു പ്രവൃത്തി പോവാ. ആ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വരവാ. വിവരിച്ചാൽ പോലും വിശ്വസിക്കത്തില്ല. അതെങ്ങനെ? അങ്ങനെ ചിന്തിച്ചു നോക്കണേ. 2 പേരൊരു കിടക്കേ കിടക്കും. ഒരാൾ എടുത്തുകൊള്ളപ്പെടും, മറ്റേ പിന്നെ ഉറങ്ങിക്കൊണ്ട് കിടക്കുക. ചിന്തിച്ചോണേ. 2 പേര് ഒരു കിടക്കേ കിടക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് തുണിയൊക്കെ മാറി എല്ലായിടത്തും പോവാണെങ്കിൽ അടുത്ത് കിടക്കുന്ന ആളെ എത്ര വാലും ഉണരാതിരിക്കത്തില്ല. എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ അടുത്തുള്ള ആൾ ഉണരും. എന്നാൽ ഇവിടെ വായിക്കുന്ന വിഷയമുണ്ട്. 2 പേര് ഒരു കിടക്കയിൽ കിടക്കും. ഒരാൾ എടുത്തുകൊള്ളപ്പെടും, മറ്റേ ആൾ പിന്നെ ഉറങ്ങിക്കൊണ്ട് കിടക്കുക. 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പണ്ട് നാട്ടിൽ വെച്ച് കണ്ടിട്ടില്ലയോ, മരിയൊക്കെ അരിക്കുന്ന കണ്ടിട്ടില്ലയോ തിരികല്ലില്? ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിങ്ങനെ അതിങ്ങനെ കണ്ണുരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരാളെ കാണാനില്ല. പെട്ടെന്നാ സംഭവിക്കുന്നത്. കണ്ണു നിൽക്കുന്ന ഇടയിലാണ്. അങ്ങനെ ആ കർത്താവിന്റെ വരവ് നടക്കാം. അതാണ് ഭൂമിയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം. കണ്ണു നിൽക്കുന്ന ഇടയിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കെ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ ആകാശമെന്നത് എടുത്തുകൊള്ളപ്പെടും. കാഹളം ഊതാൻ പോവാം. ദൈവമേ, പല വിഷയമുണ്ട്. കാഹളം ഊതുന്ന സഭയെ ചേർക്കാൻ, ഒന്നിച്ചു കൂട്ടാനാണ് കാഹളം ഊതുന്നത്. കാഹളനാഥത്തോട് കർത്താവ് വരിക, നിന്റെ കാലത്ത് ഞാൻ പ്രവൃത്തി ചെയ്യാൻ പോവാ. അതിനുവേണ്ടി ദൈവം നമ്മളോട് പറയുന്ന വിഷയമുണ്ടല്ലോ, ഒന്നും ഭയപ്പെടേണ്ട. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുക. ഏത് ദിവസമാണെന്ന് അറിയത്തില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടുഡേ ഓർ ടുമോറോ മോർണിംഗ്, എനി ടൈം. അതിനുള്ള സമയങ്ങൾ അതിനുവേണ്ടി ദൈവം നമ്മളോട് പറയുന്നിരിക്കുക. സംഭവിപ്പാനുള്ള എല്ലാത്തിനും ഒഴിഞ്ഞു പോകാനും മനുഷ്യപുത്രം പ്രാപ്തനായി നിൽക്കേണ്ടതിന്
സദാകാലം ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അതാണ് ദൈവാത്മാവ് നമ്മളോട് പറയുന്ന വിഷയം. നമ്മൾ എപ്പോഴും അതിനുവേണ്ടി ഉണർന്നിരിക്കണം. പ്രൈസിലോട് കർത്താവിന് ഒരു ഏറ്റവും ആദ്യത്തിലായതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി തിടുക്കത്തോടെ ഇരിക്കണം. കർത്താവിന്റെ ഒരു അടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞതാണ്. കർത്താവിന്റെ വരവ് ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം? വചനം സംസാരിക്കണം. സമയത്തിനും അസമയത്തിനും ഒരുങ്ങിയിരിക്കണം. പ്രൈസിലോട് നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്യണം. പ്രൈസിലോട് പിന്നെ നമ്മൾ വായിക്കുന്ന വിഷയമുണ്ടല്ലോ, കർത്താവിന്റെ വരവ് വരെ സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. വിധിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ അന്യോന്യം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും താങ്ങുവാനും കർത്താവിന്റെ ദാസം പ്രാർത്ഥിക്കുമ്പോൾ അന്യോന്യം കരുതുവാനും അന്യോന്യം സ്നേഹിക്കാനാണ് ദൈവം നമ്മളെ. അന്യോന്യം വിധിക്കുന്ന ജോലി നമ്മളെ അല്ല, വിധിക്കുന്ന ആരാ? ദൈവമാണ്. പ്രൈസിലോട് അന്യം നമ്മൾ മത്തായി സുവിശേഷം 24:42 വായിക്കും. നമ്മൾ ഉണർന്നിരിക്കണം. പ്രതിയോഗിയായ ശത്രു ആരെ വിഴുങ്ങുന്ന അറിയാൻ പ്രതിയോഗിയായ ശത്രു നമ്മളെ വിഴുങ്ങുവാൻ കടന്നു വരുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കണം. പിന്നെ സൗമ്യതയുള്ളവരായിരിക്കണം. എല്ലാത്തിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിത്തീരണം, സൗമ്യതയുള്ളവരായിത്തീരണം. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. നീതിവാൻ നീതിയെയും വിശുദ്ധനെയും വിശുദ്ധീകരിക്കാൻ ചെയ്തെന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നു. സഹിഷ്ണുതയോട് ജീവിക്കണം, പേഷ്യൻസ് വേണം. പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അപ്സെറ്റ് ആകരുത്. സമാധാനത്തോട് വിശ്വാസത്താലും പേഷ്യൻസോടുകൂടിയാണ് വാക്യത്വങ്ങളെ അവകാശമാക്കുന്നത്. എബ്രായലേഖനത്തിൽ വായിക്കുന്നുണ്ട്. സഹിഷ്ണുതയോട് ജീവിക്കണം. പിന്നെ ഭക്തിയുള്ളവരായിരിക്കണം. 2 പത്രോസ് 3:9 മുതൽ 12 വരെ വാക്യങ്ങൾ വായിക്കുന്നു. ഇന്നെത്ര ഭക്തിയായി ജീവിക്കണം ദൈവത്തെ. ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എത്ര ഭക്തിയുള്ളവരായിരിക്കണം ദൈവത്തിന്റെ വചനം വായിക്കുന്നു. പിന്നെ നമ്മൾ സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. സ്നേഹത്തിൽ എങ്ങനെ വർദ്ധിച്ചു വരണം? ഭാവം വായിച്ചാട്ട് എബ്രായലേഖനം 10-ാം അധ്യായം 24-25 വാക്യം വായിച്ചാട്ട് പ്ലീസ്. 10:24. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന് സൽപ്രവർത്തികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. സൽപ്രവൃത്തിയിലും സ്നേഹം വർദ്ധിച്ചു വരണം. നാൾ സമീപിക്കുന്നത് അധികമായി ചെയ്തുകൊണ്ടിരിക്കണം. സൽപ്രവൃത്തിയും സ്നേഹത്തിലും അന്യോന്യം. പിന്നെ നമ്മൾ കറയും കളങ്കവും ഇല്ലാത്തവരായി ജീവിക്കണം. മണവാളിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കണം. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരെ രക്ഷിക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുക്കത്തോടുകൂടി അതാണ് വഹിക്കുന്നത്. നിന്റെ കാലത്ത് ഞാൻ പ്രവൃത്തി ചെയ്യാൻ പോവാ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലരോടും ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്താണ് നമ്മൾ ഈ ലോകം വിട്ട് കടന്നു പോകുന്നതെന്ന് അറിയത്തില്ല. കർത്താവിന്റെ ഒരു 2 കാര്യം ഏത് സമയത്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മളോട് ദൈവാത്മാവ് പറയുന്ന വിഷയം, നമ്മൾ ഏൽപ്പിച്ച താഴ്ന്ന വിശ്വസ്തയോട് വ്യാപാരം. വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേര് നോകരിക്കാരായി തീരണം. 5 താലന്ത് കിട്ടിയവൻ 5 താലന്ത് കൂടെ തേടി, 2 താലന്ത് കിട്ടിയവൻ 2 താലന്ത് കൂടെ തേടി. അവരെ 2 പേരെയും വിളിച്ചത് എങ്ങനെയാണെന്നറിയാം? യജമാനും വിളിച്ചത് എങ്ങനെയാ അറിയാമോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാ വിളിച്ചത്. അല്ലാതെ ഏറ്റവും എടുത്തനായ ദാസന്, ഏറ്റവും ചെറിയ ദാസനെ അങ്ങനെയൊന്നും വിളിക്കത്തില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ട് താലന്ത് വിശ്വസ്തയോട് വ്യാപാരം ചെയ്താൽ ദൈവത്തിന് സന്നിധി കേൾക്കുന്നുണ്ട്. നീ എന്തോ അതെല്ലാം ചെയ്യാനൊന്നും ചോദിച്ചില്ല. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേരിന് ഓഹരിക്കാരനായി തീരുക. ഏലിയാവിനെ സംബന്ധിച്ച് നോക്കി, ഏലിയാവ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു. ഏലിയാവിന്റെ ഇടയ്ക്ക് എന്താ നിനക്ക് വലിയ ബിൽഡിങ്ങുകളൊന്നും അവിടെ ഉണ്ടായില്ലല്ലോ. ആ ബിൽഡിംഗ് അല്ല വിഷയം. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഏലിയാവ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഏലിയാവിനെ ഉടനോട് ദൈവം എടുത്തു. ആനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം എടുത്തു, ദൈവത്തെ പ്രസാദിപ്പിച്ചു. മരിക്കുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള സാക്ഷ്യം പ്രാപിച്ചു. മരിക്കുന്നതിന് മുമ്പ് ആ സാക്ഷ്യം കിട്ടിയതുകൊണ്ട് ആനോക്ക് ദൈവത്തോടു കൂടെ ദൈവം എടുത്തു. ഏലിയാവും അതുപോലെ സാക്ഷ്യം പ്രാപിച്ചു. ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്തപ്പോഴല്ലോ ദൈവം ഉടലോടുകൂടി അങ്ങ് എടുത്തു. സ്തോത്രം. ഇതുപോലെ നമുക്ക് കാണുന്ന വിഷയമുണ്ടല്ലോ, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ പ്രകാരം നമുക്ക് ജീവിക്കണം. കർത്താവിന്റെ ഒരുങ്ങണം. നമ്മളെ കാണുന്നവർ കർത്താവിനെ കാണണം. നമ്മളെ കാണുന്നവർ കർത്താവിനെ മണക്കണം. സ്തോത്രം. നമ്മുടെ ജീവിതം കൊണ്ട്
നമ്മുടെ ജീവിതം വലിയൊരു പ്രസംഗമായി മാറണം. അതുകൊണ്ടാണ് ശൂലംകാരത്തി സ്ത്രീ പറയുന്നത്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന മനുഷ്യൻ ഒരു ദൈവപുരുഷനാന്ന്. എല്ലാവരും അങ്ങനെ പറയട്ടെ. നമ്മുടെ ഇപ്പോഴും എൻ്റെ സാക്ഷ്യം സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും വസിക്കുന്നു. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടത് ഞാൻ എപ്പോഴും പറയുന്ന വിഷയം, എല്ലാം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, സാക്ഷ്യം നഷ്ടപ്പെടരുത്. സാക്ഷ്യം മുറുകെ പിടിച്ചോണം. നമ്മുടെ സാക്ഷ്യം സ്വർഗത്തിൽ കൊണ്ടുപോകത്തുള്ളൂ. എന്തോ ചെയ്യുന്ന പ്രജകളോട് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വിഷയം, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ, അതാണ് ആഗ്രഹം. സ്തോത്രം. അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് ദൈവം അതിനായിട്ട് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കണം. ഏറ്റവും നമ്പർ 1 ഹോപ്പ് എന്തോന്ന് അറിയാമോ? അവർ ബ്ലെസ്ഡ് ഹോപ്പ്, ക്രൈസ്റ്റ് ഹിംസെൽഫ് വിൽ കം ഡൗൺ ഫ്രം ഹെവൻ. നമ്മൾ ഭൂമിയിൽ എന്തെല്ലാമൊക്കെ ചെയ്താലും, ഏതെല്ലാം മിനിസ്റ്റർ ചെയ്താലും, നമ്മുടെ ഒന്നാമത്തെ ഹോപ്പ് എന്തോന്നറിയാമോ? കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഏത് സമയം അറിയായുകൊണ്ട് മിനിസ്ട്രി അല്ല ഇമ്പോർട്ടന്റ്. ഇന്ന് കർത്താവ് വന്നാലോ, ഇനി ഞാൻ കടന്നു പോയാലോ, എനിക്ക് സ്വർഗത്തിൽ പോകണം. അതായിരിക്കണം നമ്പർ 1 ഗോൾ ഇൻ അവർ ലൈഫ്. അതിനുവേണ്ടി ഞാൻ ഒരുക്കത്തോടു കൂടിയിരിക്കും. വിടേണ്ടതിനെയൊക്കെ വിട്ടു. അല്ലെങ്കിൽ അതും ഇതും പിടിച്ചോണ്ട് ഞാൻ ഇരിക്കത്തില്ല. ഞാൻ പറക്കേണ്ടിയവനാ, പറന്നു പോകേണ്ടിയവനാ. ഞാൻ പണ്ട് പറയുന്നൊരു വിഷയമുണ്ടല്ലോ, സ്തോത്രം. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞതാണ്, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പണ്ടൊക്കെ ഗൾഫിൽ പോകാൻ വേണ്ടി വിസ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് വിസ കിട്ടിക്കണം. അയൽവക്കത്തെ പിള്ളേർക്കൊക്കെ അവരോട് അസൂയ തോന്നും. ഗൾഫിൽ പോകാൻ വിസ കിട്ടിക്കുമ്പോൾ പോവാന്നൊക്കെ പറയുമ്പോൾ അയൽവക്കത്തെ അവനോട് അസൂയ ഉള്ളവർ എന്താണെന്ന് അറിയാമോ? ഇവനോട് വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ ഗൾഫിൽ പോകാൻ വിസ കിട്ടിയെന്ന് അനങ്ങത്തില്ല. അടിച്ചാലും പിടിച്ചാലും ഒന്നും അനങ്ങത്തില്ല. എന്താ കുഞ്ഞാ നീ അടിക്കാത്ത? കൈയില്ലയോ? നിനക്കൊന്നും അടിക്കാനൊക്കത്തില്ലയോ? എന്താ നീ ഒന്നും പറഞ്ഞാത്തതിന്റെ കാരണം ഒന്നും അറിയാമോ? ഞാൻ അവനോട് വഴക്കുണ്ടാക്കിയാ ഉണ്ടല്ലോ, പോലീസ് കേസ് വരും. പോലീസ് കേസ് വന്നാൽ എനിക്ക് ഗൾഫിൽ പോകാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മൗനമായിരിക്കുന്നത്. അതുപോലെ സ്വർഗത്തിൽ പോവാൻ വീസ കിട്ടിയവനാ ഞാൻ. സ്വർഗത്തിൽ പോവാൻ വീസ കിട്ടിയവനാ നമ്മൾ ഓരോരുത്തരും. അവിടെ ഇവിടെ കിടന്ന് വഴക്കും വയ്യാവലിയും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മേളോട്ട് പോകാനൊക്കത്തില്ല. വേണ്ടാത്ത വിധത്തിൽ പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ പിശാചിനോട് പ്രജകളോട് അവനോട് മേളോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ജഡപ്രകാരം നമ്മൾ പോരാടരുത്. ജഡപ്രകാരം പോരാടിയാ ഉണ്ടല്ല ഇവിടെ തങ്ങി കിടക്കത്തേ ഉള്ളൂ. നമ്മൾ പറക്കേണ്ടി വരാം, പറന്നു പോകേണ്ടി വരാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവിന്റെ സംസ്ഥാനം നമ്മൾ എയർപോർട്ടിൽ ഇരിക്കുന്നവരാ. എന്തിനാ എയർപോർട്ടിൽ ഇരിക്കുന്ന? ചുമ്മാ കാണാൻ പോയതല്ല എയർപോർട്ടിൽ. എയർപോർട്ടിൽ ഇരിക്കുക. എപ്പോഴാ ഫ്ലൈറ്റ് വരുന്നതെന്ന് അറിയത്തില്ല. ഫ്ലൈറ്റ് വന്നാൽ എനിക്ക് അതിനകത്ത് കയറി പോകണം. അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി ഞാൻ എയർപോർട്ടിൽ ഇരിക്കുക. നോർത്തോണെ ഏത് സമയമാണ് കർത്താവിന്റെ ആവേശത്തോടും അവിടെ കിടക്കുന്നവരോ എയർപോർട്ടിൽ കിടന്ന് അവരോടും ഇതിലോടും വഴക്കുണ്ടാക്കാനൊന്നും ഞാൻ പോകത്തില്ല. പ്രജകളോട് ഞാൻ എന്റെ ജീവിതം എന്റെ കർത്താവിന്റെ വിശ്വാസം നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കാൻ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ അന്വേഷിപ്പേ. അതിനോട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മരിച്ചു റൂമില് കിടക്കുന്ന ഒരു വ്യക്തി, പെട്ടി കിടക്കുന്ന വ്യക്തിക്ക് വേറെ ആണോ ചോദിച്ചാൽ ഒന്നും വേണ്ട, അനക്കമേ ഇല്ല. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കാൻ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ അന്വേഷിപ്പേ. ക്ലോസിലേക്ക് നമ്മൾ വായിക്കുന്നത് ഭൂമിയിലുള്ള ഉയരത്തിലുള്ള തന്നെ അന്വേഷിപ്പേ. അതുകൊണ്ട് മുമ്പ് സ്തോത്രം ഞാൻ ഈ കഴിഞ്ഞ ഇന്നലെ പറഞ്ഞൊരു വാക്യം പിന്നെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുവാണ്. സ്തോത്രം 3 യോഹന്നാൻ 2-ാം വാക്യം. അധ്യായമില്ല, ഒരധ്യായമേ ഉള്ളൂ, അതുകൊണ്ട് അധ്യായമില്ല. 3 യോഹന്നാൻ 2-ാം വാക്യം വേഗം വായിച്ചാലും സിസ്റ്റർ. അവർ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതാണ് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷിൽ ഞാൻ ഇന്നലെ വായിച്ച വാക്യമാണ്. ഇംഗ്ലീഷ് വായിക്കുന്നത് ഇങ്ങനെയാണ്: ഡിയർ ഫ്രണ്ട്സ്, I pray that you may enjoy good health
and that all may go well with you, even as your soul is getting along well. എന്ന് പറഞ്ഞാൽ നിന്റെ ദേഹി പ്രോസ്പർ ആയിരിക്കുന്ന പോലെ നീ എല്ലാത്തിനും പ്രോസ്പർ ആവത്തും. ആത്മാവ് എന്നുള്ള വിഷയമല്ല ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ആത്മാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിലെ എല്ലാ വേർഷനും നോക്കുമ്പോൾ കിങ് ജെയിംസ് വേർഷനും സോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ദേഹം, ദേഹി, ആത്മാവ്. ദേഹി പ്രോസ്പർ ആയെങ്കിൽ മാത്രമേ എല്ലാത്തിനും പ്രോസ്പർ ആകത്തുള്ളൂ. ദേഹി പ്രോസ്പർ ആകണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ്. നമ്മൾ ദൈവസ്ഥനെ കടന്നു പോവുക നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് റോമാലേഖനം 12-1 വാക്യം വായിക്കുന്നത്. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിക്കാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി യഹോവയ്ക്ക് സമർപ്പിക്കണം. പിന്നത്തെ വാക്യം എന്താ അറിയാമോ? ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം തിരിച്ചറിയേണ്ടതിന് എന്ത് ചെയ്യണമെന്നാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദേഹി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടോളാൻ. മനസ്സ് പുതുക്കിയില്ലെങ്കിൽ ദൈവം അറിയത്തേ ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ. നമ്മൾ ലോകത്തിൽ നിന്ന് കൈ അടിച്ചുകൊണ്ടിരിക്കും. മനസ്സെവിടെ ഇരിക്കുന്നത്? കേരളത്തിൽ പോകാം, ഓസ്ട്രേലിയയിൽ പോകാം, പലയിടത്തും വീട്ടിൽ പോകാം, വീട്ടിൽ പോയി കുക്ക് ചെയ്യുന്നിടത്തൊക്കെ പോയിരിക്കും മനസ്സ്. അവരൊന്നും ദൈവത്തിൽ നിന്ന് പ്രാപിക്കത്തില്ല. യോഗത്തിന് പോയി എവിടാ മനസ്സെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സ് എവിടെ ഇരിക്കുന്നെന്ന് ഞാൻ ചോദിക്കുന്നത്. മനസ്സ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെ പതറിക്കൊണ്ട് പോയിരുന്ന പിശാചിന്റെ വലിയൊരു അടവാ. ഞാൻ എപ്പോഴും പറഞ്ഞത്, പിശാചിന് നമ്മുടെ മൈൻഡിൽ കൂടെ പോകുന്ന എന്തുവാന്ന് അറിയത്തില്ല. പിശാച് എന്തോ അറിയാം, ആവശ്യമില്ലാത്ത തോട്ട് കൊണ്ടിരും മനസ്സിലോട്ട്. അത് ഇത് മറ്റൊരു കാര്യം, ഇവരുടെ കാര്യം, വേണ്ടാത്ത എന്തോ. കാരണം അതുകൊണ്ടാണ് മർക്കോസിന്റെ ശേഷം 5-ാമത്തെ ആഴ്ച വായിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ വന്ന ആ വചനത്തെ ഞെരിക്കും. വചനം കേൾക്കുന്നുണ്ട്, ഈ ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് ആ വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമാക്കി കളയും. എന്ന് പറഞ്ഞാൽ അതിന് സമയമില്ല. അപ്പൊ ഇന്ന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹി പ്രോസ്പർ ആകുന്ന പോലെ നമ്മുടെ ശരീരം പ്രോസ്പർ ആകത്തില്ല. എല്ലാത്തിനും പ്രോസ്പർ ആകണോ. അതുകൊണ്ടാണ് ഒന്നാമത്തെ വിഷയം, നമ്മൾ എങ്ങനെയാണ് എൻ്റെ ദേഹി പ്രോസ്പർ ആകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തിന് നിഴലാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവം തിരിച്ചറിയുന്ന മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടാൻ. ഈ ദേഹി എന്ന് പറഞ്ഞ 3 കാര്യമാണ്. ഒന്ന് മൈൻഡ്, വില്ല്, ഇമോഷൻ. 3 കൂടെ ചേർന്നതാണ് ദേഹി. മൈൻഡിൽ കൂടെയാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്, ഇമോഷനിൽ കൂടെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്, വില്ലിൽ കൂടെ നമ്മൾ ആക്ട് ചെയ്യുന്നത്. ഒത്തിരി നേരം ചിന്തിച്ചുകൊണ്ടിരുന്ന അത് തന്നെ നമ്മൾ പ്രവർത്തിക്കും. നമ്മൾ മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻ, ഈ 3 കൂടെ ചേർന്നാണ് ദേഹി. അപ്പോൾ ഇവിടെ വായിക്കുന്ന വിഷയമാണ്, ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായ യഹോവയ്ക്ക് സമർപ്പിക്കും. നല്ലത് തന്നെ. യോഗത്തിന് പോകുമ്പോൾ കൈയടിച്ച് പാടണം, നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയുള്ള യാഗമായി. എന്ന് പറഞ്ഞാൽ ദൈവസേനയിൽ കടന്നു ചെല്ലുമ്പോൾ കൈയടിക്കണം, നൃത്തം ചെയ്ത് പാട്ട് പാടണം, നൃത്തം ചെയ്തുകൊണ്ട് ആരാധിക്കണം. ഇതൊക്കെയാ ദൈവം ആഗ്രഹിക്കും, ജീവനും വിശുദ്ധിയുള്ള യാഗം. ചിലർ ദൈവസേനയിൽ ചെന്ന് അനങ്ങാതിരിക്കും, അനങ്ങാതങ്ങിരിക്കുക. ഞാൻ കർണാടകയിൽ പഠിപ്പിക്കുന്ന വിഷയമാണ്. ഏതെങ്കിലും ഒരു കാര്യം കുറച്ചുനാൾ അനങ്ങാതിരുന്ന അവർ വിചാരിക്കും അത് ദൈവമാണെന്ന്. ഞാൻ ഒന്നുകൂടെ പറയാമേ, കർണാടകയിൽ ഏതെങ്കിലും ഒരു കാര്യം കുറച്ചുനാൾ അനങ്ങാതിരിക്കാമെങ്കിൽ അവർ വിചാരിക്കും അത് ദൈവമാണ്. അതിനു മുമ്പിൽ കൊണ്ട് എണ്ണ ഒഴിക്കും, പൂവിടും, പിന്നെ ആരാധന അങ്ങ് തുടങ്ങും. ഞാൻ ദൈവത്തിന് കടന്നു വരുന്നവരോട് അതായിട്ട് പറയുന്നതാ, കുഞ്ഞെ അനങ്ങാതിരിക്കരുത്. അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ വിചാരിക്കും നീ ദൈവമാണ്, നിന്നെ വന്ന് ആരാധിക്കത്തില്ല. ദൈവത്തിന് കടന്നു വരുമ്പോൾ മൗനമായിരിക്കരുത്. വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. തുള്ളിച്ചാടിക്കൊണ്ടിരിക്കണം, പിടിച്ച മീനെപ്പോലിരിക്കണം, യേശുവിന്റെ നാമത്തിൽ വിടച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. അതിന് ദൈവസേന കടന്നു വരുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുടെ യാഗമായി. അതാണ് ഒന്നാമത്തെ വിഷയം. ആരാധനയിൽ ഒന്നാമത്തെ വിഷയം നമ്മുടെ ശരീരങ്ങളെ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അതിൽ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവും നിങ്ങളുടെ ശരീരമെന്ന്.
നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. ആയാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ശരീരം നമ്മൾ അല്ലായിരുന്നു, ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു? ആ വചനത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവത്തിനെ കടന്നു ചെന്നാൽ മൗനമായിരിക്കുക. ആരും വർഷിപ്പിൽ ആരും ഗ്രാജുവേറ്റ് ചെയ്തിട്ടില്ല. ബൈബിൾ കോളേജും ഗ്രാജുവേറ്റ് ചെയ്യും, സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യും, കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ്. വർഷിപ്പിൽ നിന്ന് ആരും ഗ്രാജുവേറ്റ് ചെയ്യും. വർഷിപ്പ് സ്വർഗത്തിൽ ചെന്നാലും വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. വർഷിപ്പിൽ ആരും ഗ്രാജുവേറ്റ് ചെയ്യരുത്. യോഗസ്ഥലത്ത് ചെയ്യുന്നു ആരാധനയുടെ സമയത്ത് നമ്മൾ മൗനമായിരുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയാം, അവർ ഗ്രാജുവേറ്റ് ചെയ്തെന്ന്. അതിന്റെ അർത്ഥം ആരും ഗ്രാജുവേറ്റ് ചെയ്തിട്ടില്ല. വർഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ളയാകുമായി കോവിക്ക് സമർപ്പിക്കും. അതുകൊണ്ടാണ് ദൈവസേന കൊണ്ട് കടന്നു ചെന്ന തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക, കൈയടിച്ച് ആരാധിക്കുക, വാതുറം ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാരണം ഉണ്ടല്ലോ, ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആകുക. മനസ്സ് ഈ ലോകത്തിന് അനുവരാകാതെ മന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവമില്ലെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. അപ്പൊ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ വെറും കയ്യടിയേ ആകത്തുള്ളൂ. മനസ്സ് വല്ലയിടത്തും ഇരിക്കും, ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കത്തില്ല. ഈ മൈൻഡിൽ കൂടാണ്. മൈൻഡ് ക്ലിയർ ആയോ, സ്തോത്രം, ഫോണ് ക്ലിയർ ആയോ, അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലും. അവിടെ നിന്നാണ് ദൈവത്തിന് പ്രാപിച്ചെടുക്കുന്നത്. ആരാധന നല്ലതാണ്, കയ്യടി നല്ലതാണ്, എല്ലാം നല്ലതാണ്. തുള്ളിച്ചാടുന്നത് നല്ലതാണ്, എല്ലാം നല്ലതാണ്. അത് പ്രാകാരത്തിലിരിക്കും. അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ചെല്ലണോ, മൈൻഡ് ക്ലിയർ ആക്കിപ്പോ. മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അവർ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുക. അവിടെ ചേർന്നാലുണ്ടല്ലോ വിടുതല നടക്കുന്നത്. അവിടെ ചെന്നാലുണ്ടല്ലോ ദൈവീയ സമാധാനം കിട്ടും, ദൈവസ്ഥാനത്ത് അനുഭവിക്കും. ആ മൈൻഡ് ദൈവത്തിൽ ക്ലിയർ ആക്കി കഴിഞ്ഞു, മൈൻഡ് ദൈവത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കത്തില്ല. അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു, അവിടെ ആരാ വന്ന്, ഇവിടെ ആരാ വന്ന്, ഇതൊന്നും നമുക്ക് വിഷയമല്ല. അതാണ് ഹന്ന ദേവാലയത്തിൽ പോയ പെണ്ണിനായും ഉണ്ട്, എൽക്കാനായും ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അവരെയല്ല ഫോക്കസ് ചെയ്തത്. ഹന്ന ദേവാലയത്തിൽ പോയ ഹൃദയം പകരാനാ പോയത്. മൈൻഡ് ദൈവസ്ഥനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ദൈവത്തിന് പ്രാപിക്കാൻ വേണ്ടി അന്ന പോയി. പിന്നെ അവളുടെ മുഖം വാടിയിട്ടേ ഇല്ല. അതാണ് ആരാധന. ശരിയായിട്ടുള്ള ആരാധന ഏതാ? അവർ ചെയ്യുന്ന എന്തുവാണോ, ഇവർ ചെയ്യുന്ന എന്തുവാണ്, അവിടെ ഒപ്പിനിയും പിണകാശം കൊണ്ട് അവരെ ചേർപ്പിച്ച് ചിന്തിച്ചുകൊണ്ട് വേണം ഇരിക്കുക. ശരിയല്ല, അവർ ശരിയില്ല, വലിയ മക്കൾ ശരിയില്ല, അവരെല്ലാം ശരിയാ, അതൊക്കെ ശരിയില്ല എന്നുള്ളത് കറക്റ്റാ. എന്നാൽ ഞാൻ അവരെ വിധിക്കാനല്ല പോയിരിക്കുന്നത്. കർത്താവിന്റെ വരവ് വരെ ഒന്നും വിധിക്കരുത്. ആരെയും വിധിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. സ്നേഹിക്കാനും കരുതുവാനും താങ്ങുവാനുമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ശുശ്രൂഷ. വേറെ ആരെയും വിധിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ ജഡ്ജല്ല. നമ്മൾ അന്യോന്യം സ്നേഹിക്കുക, അന്യോന്യം കരുതുക. പ്രൈസിലോട് അന്യോന്യം ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പ്രൈസിലോട് ചില കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അന്യോന്യം ചെയ്യേണ്ട കാര്യങ്ങൾ സിസ്റ്റർ 3-4 വാക്കിന് വായിച്ചാട്ടെ. സ്തോത്രം. 1 പത്രോസ് 4:10 വായിച്ചാട്ടെ. അന്യോന്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. 1 പത്രോസ് 4:10 വായിക്കാനൊപ്പം വായിക്കാം. 4:10 അവർ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല വിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പി. അപ്പൊ അന്യോന്യം എന്തോ ചെയ്യേണ്ട വിഷയം? അന്യോന്യം ദൈവവിചാരന്മാരാ, അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഇനി എബ്രായലേഖനം 10:24-25 വായിച്ച്. അല്ലെങ്കിൽ നമ്മുടെ ചിലർ ചെയ്യുന്നതുപോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന് സൽപ്രവർത്തികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം തമ്മിൽ പ്രബോധിപ്പിക്കണമെന്ന്, എൻകറേജ് ചെയ്യണമെന്ന്, അന്യോന്യം എൻകറേജ് ചെയ്യണം. പിന്നെ എഫെസ്യ ലേഖനം 5:21 വായിച്ച്. അന്യോന്യം ചെയ്യേണ്ടി എന്ന് പറയും. എഫെസ്യ ലേഖനം 5:21 വാക്യം. ഭർത്താക്കന്മാരെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. അന്യോന്യം ഭാര്യമാരെ സ്നേഹിപ്പി.
പറഞ്ഞത് ഫിലിപ്പ് ലേഖനം 2:3 വായിച്ച്. ഫിലിപ്പ് ലേഖനം 2:3 വായിച്ച്. 2:3. ആ നീക്ക് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും ഓരോരുത്തൻ അതാണ് പറഞ്ഞത്. അത് തന്നെ, ഓരോരുത്തരും അന്യോന്യം ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. അപ്പം അവിടെ പിന്നെ വേറെ വാക്യങ്ങളുണ്ട്. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. പിന്നെ ഇനി ഞാൻ പെട്ടെന്ന് വായിക്കാൻ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞോളാം. ഗലാത്യലേഖനം 5:13 വാക്യത്തിൽ വായിക്കുന്നു, സ്നേഹത്താൽ സേവിക്കണം. അന്യോന്യം എങ്ങനെയാണ് സേവിക്കേണ്ടത്? സ്നേഹത്താൽ. നല്ല സ്നേഹത്താൽ ചെയ്യണം. ഇനി ഗലാത്യലേഖനം 6:2 വാക്യം വായിച്ചു. അത് നല്ല വാക്യമാണ്. ഗലാത്യലേഖനം 6 അന്യോന്യം ചെയ്യേണ്ട കാര്യങ്ങളെ ചൂർപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പാൻ. അവരുടെ ഭാരം കണ്ടു കഴിഞ്ഞാൽ അന്യോന്യം തമ്മിൽ ഭാരങ്ങളെ ചുമപ്പാൻ. കണ്ടോ, ഞാൻ ഇപ്രാവശ്യം സാധു കൊച്ചു വിഷയല്ലേ വീടിന്റെ ഭാഗത്തൂടെ പോയപ്പം ആ വീടിന്റെ അവിടെ കയറി നോക്കിയപ്പം അവിടെ ഒരു ചുമട് താങ്ങി. പണ്ടൊക്കെ ആൾക്കാർ ലഗേജും കൊണ്ട് തലേ വലിയ ഭാരം കൊണ്ട് എവിടെ ചെങ്ങന്നൂരൊക്കെ ചന്തയിലൊക്കെ പോകും. അവർക്ക് അവിടെ ആ ഭാരം പിന്നെ അവിടെ എടുത്തു വെക്കാൻ ആരും കാണത്തില്ല. വലിയ ഭാരം ചുമന്നുകൊണ്ടാ പോകുന്നത്. ആ സമയത്ത് അവിടെ ചുമട് താങ്ങിയ വീടിന്റെ മുമ്പിലുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാരങ്ങൾ ഇവിടെ ഇറക്കി വെക്കാൻ ചുമട് താങ്ങി. അപ്പൊ അന്യോന്യം ഭാരങ്ങളെ അന്യോന്യം ബലപ്പെടുത്തിക്കൊള്ളു. Carry one another's burden. In this way we will fulfill the law of Christ. ഇനി 1 തെസ്സലോനിയർ 5:15 വാക്യം വായിച്ച്. 1 തെസ്സലോനിയർ 5:15 വാക്യം. ബൗഡേ 1 തെസ്സലോനിയർ 5:15 വാക്യം. കണ്ടോ? തിന്മയ്ക്ക് പകരം തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമുക്കറിയാവുന്ന വേദഭാവമാണ് 1 തെസ്സലോനിയർ 4:17 വാക്യത്തിൽ വായിക്കും. കർത്താവ് താൻ ഗംഭീരതാത്തോട് വരുന്ന കാര്യം വായിച്ചിട്ട് 18 വാക്യത്തിൽ വായിക്കുന്ന അറിയാമോ? അന്യോന്യം വഴക്കുണ്ടാക്കണമെന്നല്ല, അന്യോന്യം ആശ്വസിപ്പിക്കണം, അന്യോന്യം കൈക്കൊള്ളണം, അന്യോന്യം അനുഗ്രഹിക്കണം, അന്യോന്യം സഹായിക്കണം, അന്യോന്യം സമാധാനമുള്ളവരായിരിക്കണം, തമ്മിൽ ബഹുമാനിക്കണം, അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം ആത്മീയ വർധനവിന് ശ്രമിക്കണം, ആത്മീയ വർധനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെ ശ്രമിക്കണം. പ്രജകളോട് സ്നേഹത്താൽ അന്യോന്യം പൊറുക്കണം. അന്യോന്യം എന്ത് ചെയ്യണം? പൊറുക്കണം. ക്ഷമിക്കാനുള്ളവർ ക്ഷമിക്കണം. അന്യോന്യം വേണ്ട കാര്യങ്ങൾ അന്യോന്യം പൊറുക്കണമെന്ന്. പിന്നെ അന്യോന്യം ഉത്സാഹം വർദ്ധിപ്പിക്കണം. അന്യോന്യം എന്ത് ചെയ്യണം? ഉത്സാഹത്തിൽ 25 വായിക്കുന്നത് അന്യോന്യം ബോധനെ വിളിച്ചു, അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃഥാഭിമാനികളാകരുത്. അന്യോന്യം നമ്മൾ ഉത്സാഹം വർദ്ധിപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അന്യോന്യം ചെയ്യേണ്ട കാര്യങ്ങൾ. അന്യോന്യം ആർക്കും ഒരു ദ്രോഹം ചെയ്യരുത്. അന്യോന്യം ബലപ്പെടുത്തണം. അപ്പൊ അതുകൊണ്ടാണ് യശയ്യാപ്രവചനം 5-4 വാക്യത്തിൽ വായിക്കുന്നത്. സർവ്വനിരിക്കുന്നവനെ ബലപ്പെടുത്തുന്നവനെ യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവിനെ തന്നിരിക്കുന്നു. അതിനെ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന്. തളർന്നിരിക്കുന്നവനെ കണ്ട ഒന്നുകൂടെ തളർത്തുന്ന ജോലിയല്ല. ആ ജോലി പിശാചിന്റെ ജോലിയാ. അത് നമ്മുടെ ജോലിയല്ല. തളർത്തുന്ന ജോലി പിശാചിന്റെ ജോലിയാണ്. അന്യോന്യം കണ്ടു കഴിഞ്ഞാൽ തളർന്നിരിക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ ബലപ്പെടുത്തേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുക. അതിനെ ബലപ്പെടുത്താനാ. നാവിന് ആർക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ നാവ് കൊണ്ട് അന്യോന്യം ബലപ്പെടുത്തണം. നാവ് കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. ഈ നാവ് കൊണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ട കാര്യം. ജീവന് കൊടുക്കണം. പ്രൈസലോട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മുടെ സോൾ പ്രോസ്പർ ആയില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല.
നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിൽ. എന്തെല്ലാം എത്തെല്ലാം അറിയാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇതൊന്നും വരത്തില്ല പുറത്ത്. കാരണം വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന എന്തോ വരുന്ന വായിന്ന്, വേണ്ടാത്ത കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ വരത്തുള്ളൂ വായില്. അതുകൊണ്ട് നമ്മുടെ സോൾ പ്രോസ്പർ ആണ്. ഈ ലോകത്തിന് അനുപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം ഉന്നതം തിരിച്ചറിയുന്നതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടവളാണ്. സ്തോത്രം. അപ്പൊ നമ്മുടെ പിന്നെ ഇന്നലെ ഞാൻ വായിച്ച വിഷയമുണ്ട്, നമ്മുടെ സോൾ പ്രോസ്പർ ആകുന്ന കാര്യമാണ് ചിന്തിക്കുന്നത്. ഇനി റോമാലേഖന 8-ാം അധ്യായം 5-ഉം 6-ഉം വാക്യം വായിച്ചിട്ട്, റോമാലേഖനം 8-ാം അധ്യായം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ള ജഡത്തിനും ആത്മസ്വഭാവമുള്ള ആത്മാവിന് ചിന്തിക്കണം. ആ വേറെ ഓർത്തോണെ, ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ കൂടെ. എന്തോ നമ്മുടെ ചിന്ത പ്രജകളോട്. അപ്പം നമ്മുടെ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the way of thinking that flows the Holy Spirit through our human spirit, not through our flesh. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത ദൈവത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തയിൽ കൂടെ വന്നിട്ട് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുക. നമ്മുടെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ആദ്യം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിന്താമണ്ഡലം കൂടെ കടന്നു വന്ന് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുക. അത് ഫ്ലഷിൽ കൂടെ അല്ല പോകുന്നത്, ജഡപ്രകാരമല്ല പോരുന്നത്. നമ്മുടെ മനസ്സുകൊണ്ടുള്ള ദൈവത്തെ ചിന്തിപ്പിക്കുക, ദൈവത്തിൽ ഫോക്കസ് ചെയ്യുക. മനസ്സ് പരിശുദ്ധാത്മാവിനുള്ള കാര്യത്തിന് വേണ്ടി ക്രമീകരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ വന്ന് നമ്മുടെ ആത്മാവോട് സംസാരിക്കുക. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനും ജഡസ്വഭാവമുള്ള ജഡത്തിനും ചിന്തിക്കുക. സ്തോത്രം. ഇനി നോക്കിക്കുക, അടുത്ത കാര്യം നോക്കിക്കുക, മൈൻഡ് ദാറ്റ് മെഡിറ്റേറ്റ് ഗോഡ്സ് വേർഡ് റെഗുലർലി. നമുക്കറിയാവുന്ന ഭാഗമാണ്. 1-ാം സംഘത്തിൽ ശിഷ്യന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാരങ്ങളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, ഹോടെ ന്യായപ്രമാണത്തിൽ വായിക്കുന്ന സന്തോഷിച്ച് ധ്യാനിക്കുന്ന മനുഷ്യരാക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ബൈബിൾ മുന്നേ വെച്ചോണ്ടിരിക്കണമെന്നുണ്ട് അർത്ഥം. അല്ല, അങ്ങനല്ല എന്റെ മീനിങ്. എപ്പോഴും ബൈബിളെ നോക്കിക്കൊണ്ടിരിക്കും, ഒരു ജോലിയും ചെയ്യാതിരിക്കണം, അതല്ല മീനിങ്. വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ഭരിക്കേണ്ടത് ദൈവത്തിന്റെ വചനമായിരിക്കണം. ആ വചനം ഉണ്ടല്ലോ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ വചനവും ആത്മാവും കൂടെ പ്രവർത്തിക്കണം. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ഉണ്ടല്ലോ വിശദീകരിച്ചുകൊണ്ടിരിക്കുക. പ്രതികളോട് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം വചനത്താൽ ശുദ്ധീകരിച്ചിരിക്കുക എന്റെ മനസ്സിനെ. അതുകൊണ്ടാണ് വചനം വായിച്ചു കഴിഞ്ഞാൽ വചനം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഏത് ജോലി ചെയ്താലും എന്തോ ചിന്തയെന്ന് അറിയാമോ, നമ്മുടെ വചനത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പീസ്ഫുൾ വിത്ത് സ്പിരിറ്റ്, ആത്മാവിനാൽ നിറഞ്ഞ് സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ പ്രബോധിപ്പിക്കും. എല്ലാത്തിനും എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരായി. അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അതാണ് ആത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. ആത്മാവിനെ തന്നിരിക്കുന്നത് അറിയാമോ, എല്ലാത്തിനും എപ്പോഴും സ്തോത്രം ചെയ്യാനാ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. അല്ലാതെ ആ വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടാനോ ഞെരുങ്ങിയിരിക്കുവാനല്ല. സ്പിരിറ്റ് ആത്മാവിന്, ഒരാളുടെ ആത്മാവിനാൽ നിറഞ്ഞെന്ന് എങ്ങനെ അറിയുന്നറിയാമോ, അത് എല്ലാത്തിനും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ വിഷയം എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ചോണ്ടിരിക്കാൻ സകലവും സാധ്യം. അബ്രഹാമിനെ പറ്റി പറയുന്ന സാറെ നോക്കിക്കൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല, സ്വന്തം ശരീരത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ നടക്കത്തില്ല. അബ്രഹാം ദൈവത്തെ നോക്കി. ദൈവം പറഞ്ഞത് വാഗ്ദത്തം ചെയ്ത ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാം ഉറച്ചു വന്നു. ചിന്താമണ്ഡലങ്ങളിൽ വരുന്ന വിഷയമുണ്ടല്ലോ, എന്റെ ദൈവത്താൽ സകലവും സാധ്യം. അതുകൊണ്ടാണ് അബ്രഹാം മോനോട് പറയുന്നത്, യഹോവ കരുതിക്കോളും മോനെ, ഒന്ന് ഭയപ്പെടേണ്ട. യാഗത്തിനുള്ള ആടെവിടെ ചോദിച്ചപ്പോൾ യഹോവ കരുതിക്കൊള്ളും. കാരണം എന്റെ മനസ്സ് കർത്താവിലേക്ക് പതിഞ്ഞിരിക്കുകയാണ്. എന്റെ ദൈവത്തെ പറ്റിയുള്ള അറിവ് എന്നെ ശക്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തെ അറിയുന്ന ഞാൻ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലും ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ അവർ ഉറച്ചു നിൽക്കും, അവർ വീണ്ടും പ്രവർത്തിക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്ന വിഷയം. ദൈവത്തിന്റെ വചനത്താൽ നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഈ ലോകത്തിന് അനുകൂലരാകരുത്. പിന്നെ നമ്മൾ വായിക്കുന്ന വിഷയം ദൈവത്തിന്റെ വചനത്താൽ നിറയപ്പെട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കണം.
ഒരു പശു പകലെല്ലാം പുല്ല് തിന്നും, വൈകിട്ട് പശു എവിടെ കിടക്കുമ്പോ എന്തോ ചെയ്യുന്നറിയാമോ? അയവിറക്കുന്ന എന്തോന്നറിയാമോ? എന്തോ വിഴിഞ്ഞ അതാ അയവിറക്കുന്നത്, വേറെ ഒന്നും അല്ല. ഇതുപോലെ വചനം നമ്മുടെ ഉള്ളിലാക്കണം. ഉള്ളിലാക്കിക്കാൻ അതാ അയവിറക്കണ്ടേ. അയവിറക്കുന്നെന്ന് പറഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യുന്നു. അതാ ചിന്തിച്ചോണ്ട്, അല്ല അവരിവരും പറഞ്ഞ കാര്യവും ഇവരുടെ കാര്യവും മറ്റവരുടെ കാര്യവും ഇവരുടെ കാര്യം ചിന്തിച്ചോണ്ടിരുന്ന എന്തോ കിട്ടും? ഒന്നും കിട്ടത്തില്ല. പശു അയവിറക്കുന്ന പോലെ ദൈവത്തിന്റെ വചനം നമ്മൾ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് യെരമ്യാവിനോട് പറഞ്ഞ, നിന്റെ വചനം നിമിത്തം ഞാൻ താനിച്ചിരുന്നു, നിന്റെ വചനം നിമിത്തം കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നെ നിന്റെ വചനം നിമിത്തം ഞാൻ താനിച്ചിരുന്നു. ഉടനെ ദൈവം പറയുന്നത്, നീ അതുമായി ഉപേക്ഷിച്ച് ഉത്തമമായി സംസാരിച്ചാൽ നിന്റെ എന്റെ വായി പോലെ ആയിത്തരും. നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം തിരിയുവാണ്. അപ്പൊ നോക്കിക്കേ, വചനം ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കേ. യോശുവയോട് ഇത് തന്നെയാ പറയുന്നത്. യോശുവയോട് എന്തോ പറഞ്ഞെന്നറിയാമോ? എന്റെ വചനം നീ മെഡിറ്റേറ്റ്, ഈ വചനം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് ഈ ജനത്തെ എങ്ങനെ നടത്തുന്നു വേണം ചോദിക്കാം. കയ്യിൽ എന്നെ ATM കാർഡുണ്ടോ, ഐഫോൺ ഉണ്ടോ? ഒന്നുമില്ല. നീ എന്റെ വചനത്തിൽ രസിച്ചോളാൻ. You meditate my word day and night, then shall make thy way prosper. നീ എന്റെ വചനത്തിൽ രസിച്ചുകൊണ്ടിരുന്നാ മതി. നിന്റെ വഴിയിലെല്ലാം നീ കൃതാർത്ഥനാകും. ഇപ്പൊ മനസ്സിലെന്താ വേണം? വചനമാ. എന്ത് പ്രവൃത്തി ചെയ്താലും പശു അയവിറക്കുന്ന പോലെ അയവിറക്കുന്ന പോലെ വചനം നമ്മുടെ മനസ്സിൽ വന്ന് അതങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. യേശുവിന്റെ നാമത്തില് പാർത്തുകൊണ്ട് ദൈവം ശിക്ഷയായി നിർമ്മിച്ചവും അനുഷ്ഠാനമുള്ള നഗരത്തിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് വേറെ ജോലിയില്ലേ? ഉണ്ട്, ജോലി വരുന്നുണ്ട്. പക്ഷെ ഐ ഫോർവേഡ് ഞാൻ നോക്കുന്നത് ഭൂമിയിലുള്ള ചപ്പന്റെ വേണ്ടിയല്ല നോക്കുന്നത്. ലോത്തിന്റെ വീടിനെ പറ്റിയല്ല ചിന്തിക്കുന്നത്. അവരുടെ കാര്യം ഇവരുടെ കാര്യമല്ല ചിന്തിക്കുന്നത്. എനിക്ക് വേണ്ടി ഒരു ഭവനം ദൈവം എനിക്ക് വേണ്ടി ഒരു ഭവനം സ്വർഗത്തിൽ ഒരുക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, എന്നിലും വിശ്വസിപ്പിൻ, എന്റെ പിതാവിനും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയാൽ ഒരു ഭവനം ഒരുക്കാൻ വേഗം ഞാൻ വേഗം വരും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിക്കണം. അന്യോന്യം ആശ്വസിപ്പിക്കണത്. അല്ലാതെ എനിക്കതില്ലേ, എനിക്കിതില്ലേ, എനിക്ക് മറ്റവർക്ക് അതുകൊണ്ട് ഇവർക്കതുകൊണ്ട് കിട്ടും, ഒന്നും കിട്ടില്ല. ഇതെല്ലാം വിട്ടിട്ട് പറന്നു പോകേണ്ടി വരാം. നമ്മള് എയർപോർട്ടിൽ ഇരിക്കുന്നവരാന്ന് ഓർത്തോണം. എയർപോർട്ടിലിരിക്കുക, ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. എപ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നതെന്ന് അറിയത്തില്ല. അതിൽ കയറി യാത്ര ചെയ്യേണ്ടി വരാം. എയർപോർട്ടിൽ ഇരിക്കുക. സ്തോത്രം. അതുകൊണ്ട് അതും ഇതും ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവം സകലവും പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നോക്കിക്കേ, സ്തോത്രം. ഫിലിപ്പിലെ 4-8 വായിക്കുന്നു. നമ്മുടെ മൈൻഡിനെ പറ്റിയാണ് ഈ പറയുന്നതെല്ലാം. നമ്മുടെ സോൾ അങ്ങനെ പ്രോസ്പർ ആവുന്ന വിഷയമാണ് പറയുന്നത്. ഫിലിപ്പിലെ 4-8 വായിച്ചു. ഒടുവിൽ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊടുക്കുകയും. എന്തോ ചിന്തിക്കണ്ടേന്നറിയാമോ? ലവ്ലി. ഇംഗ്ലീഷ് വായിക്കുന്ന ലവ്ലി. ബൈബിൾ കോളേജ് നമ്മുടെ ബാംഗ്ലൂർ പഠിപ്പിച്ചുകൊണ്ട് ആളുടെ വൈഫിന്റെ പേര് ലവ്ലി എന്നാ. ഞാൻ പറഞ്ഞു ലവ്ലിയെ പറ്റിയല്ല ചിന്തിക്കാൻ പറഞ്ഞു. ഒടുവിൽ സത്യമായതൊക്കെ രമ്യമായതൊക്കെ ചിന്തിച്ചോളാൻ. അത് വചനമാണ്. എല്ലാം ഗുഡ് റിപ്പോർട്ടും എല്ലാം വചനമായ എല്ലാം സൽകീർത്തിയായതോ പൂഴ്ചയായതെല്ലാം വചനം തന്നെ. അതൊക്കെ ചിന്തിച്ചോളാൻ എന്ന് പറഞ്ഞാൽ വചനം ചിന്തിച്ചോളാൻ. എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിലെ സമാധാനം നിങ്ങളുടെ നിലവുകളെ കാത്തുപരിപാലിക്കും. എന്നോട് കേട്ടതും കണ്ടതും പഠിച്ചതും എല്ലാം അതൊക്കെ ചിന്തിച്ചോളാൻ. എന്നാലുണ്ടല്ലോ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നമ്മൾ നിറയും. സമാധാനം. എയർപോർട്ടിലിരിക്കുന്ന പാസഞ്ചേഴ്സ് നമ്മളൊന്ന് ഓർത്തോണം.
പിന്നെ അവിടെ കിടക്കുന്ന വീട്ടിലെ കാര്യവും അതും ഇതും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ഫ്ലൈറ്റ് വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, സ്ക്രീനെ നോക്കിക്കൊണ്ടിരിക്കുക ഫ്ലൈറ്റ് വരുന്നത്. എന്റെ ഫ്ലൈറ്റിനോ പിന്നെ ബോർഡിംഗ് പാസിന്റെ അവർ അനൗൺസ്മെന്റ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലുള്ള തിടുക്കവും ആവേശവും നമ്മുടെ ഉള്ളത്തിൽ വേണം. അതുകൊണ്ടാണ് നിങ്ങൾ പ്രതികളോട്, അതുകൊണ്ടാണ് ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെ രമ്യമായതൊക്കെ സൽകൃത്യായോ പൂഴ്ചയൊക്കെയോ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റക്കായി പോവും. ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ വെളിപ്പാട് കിട്ടത്തില്ല, ദർശനം കിട്ടത്തില്ല. ദൈവത്തിൽ നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്ത പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കർത്താവിൽ മാത്രമായിരിക്കും. എന്തെങ്കിലും മാത്രമേ വെളിപ്പാട് കിട്ടത്തുള്ളൂ. ദർശനം കിട്ടുന്ന അവർക്ക് വെളിപ്പാട് കിട്ടുന്നു, എനിക്കും വെളിപ്പാട് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സെവിടാമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവത്തിന് കൊച്ചുമക്കളില്ല. എനിക്ക് കൊച്ചുമക്കളുണ്ട്, ദൈവത്തിന് കൊച്ചുമക്കളില്ല. നമ്മളെല്ലാവരും ദൈവത്തിന് മക്കളാണ്. മക്കൾക്കാണ് ഷെയർ കിട്ടുന്നത്, കൊച്ചുമക്കൾക്കല്ല. കൊച്ചുമക്കൾക്ക് ഗിഫ്റ്റ് കിട്ടും ബർത്ത്ഡേക്ക്, എന്നാൽ ഷെയർ കിട്ടുന്ന മക്കൾക്കാ. അതുകൊണ്ട് നമ്മൾ മക്കളാ, നമ്മളെല്ലാം വലിയവനായ ദൈവത്തിന്റെ മക്കളാ. ദൈവത്തിന് ഫേവറിറ്റിസം ഇല്ല. ആരെ സ്നേഹിക്കുന്നോ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു. പക്ഷെ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവരെന്താ മക്കൾ പിന്നെ ഫ്രണ്ടായി മാറും. അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന എന്റെ സ്നേഹിതനായ അബ്രഹാം, ഫ്രണ്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഫ്രണ്ടായി മാറുന്ന ദൈവമുണ്ടല്ലേ. രഹസ്യങ്ങളെല്ലാം അവരോട് പറയും. നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഏത് ആവശ്യം വന്നാലും നമുക്കറിയാം. രാത്രി 1 മണിക്ക് വിളിച്ചാലും നല്ല ഫ്രണ്ട് ആണെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഓരോ എക്സ്ക്യൂസും പറയത്തില്ല, ഒന്നും പറയത്തില്ല. ഉടനെ അവരോട് ഇറങ്ങി പുറപ്പെടും. അതാണ് ഫ്രണ്ട്. അതാണ് ദൈവത്തിന്. ഞാൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഇംഗ്ലീഷിൽ പാട്ടുണ്ട്, ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനായിട്ട് മാറിയിരിക്കുക. അപ്പൊ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി മാറി. ദൈവത്തിന്റെ സ്നേഹിതനായി മാറിയപ്പോൾ എന്തെങ്കിലും നടക്കാൻ പോകുന്ന തന്റെ ദാസന്മാർക്കും തന്റെ സ്നേഹിതന് വെളിപ്പെടുത്താതെ ദൈവം ഒന്നും ചെയ്യത്തുമില്ല. സോദോമിനെ നശിപ്പിക്കാൻ പോകുന്ന കാര്യം ആരോട് പറഞ്ഞെന്നറിയാം? ഫ്രണ്ടിനോട് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് പറയാം, ഓക്കെ അങ്ങനെ ആട്ട്. ഞാൻ അന്നേരേ പറഞ്ഞ ലോത്തിനോട് അങ്ങോട്ട് പോകണ്ട, നാം തന്നെ പോയി പോട്ടെ. അത് പറയാനല്ല വിളിച്ചത്. അങ്ങനെ പറയുന്നവരൊന്നും ഫ്രണ്ടല്ല. അങ്ങനെ പരാതി പറയുന്ന ഒരു ഫ്രണ്ടല്ല. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനടി ചെയ്യുക. ആ വിഷയത്തിന് പോലെ ദൈവത്തിന്റെ മനസ്സായി തീരുക. ദൈവത്തിന്റെ മനസ്സിൽ ഒരു മനുഷ്യനും നഷ്ടപ്പെടുന്നത്. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആ ഒരാഗ്രഹം ആർക്കും വന്നു, മോശിച്ചു വന്നു, അബ്രഹാമിനും ആശ വന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഫ്രണ്ടായി മാറിയത്. ദൈവത്തിന് അബ്രഹാമിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, നിന്റെ നെഫ്യൂവിനെ പിടിച്ചോണ്ട് പോയെന്ന്. പിടിച്ചോണ്ട് പോയോ? അവനോട് അന്നേരേ പറഞ്ഞതാ, വേണ്ടാത്തടത്ത് പോകരുത്. പിടിച്ചോണ്ട് പോയാൽ നമുക്ക് ഇപ്പൊ എനിക്ക് വലിയ ഉറക്കക്ഷീണമാണ്, ഉറങ്ങിക്കോളാൻ. അവര് ഫ്രണ്ടല്ല, അത് ഫ്രണ്ടല്ല, അതൊരു മെമ്പറാ. പറഞ്ഞിട്ട് മെമ്പറാണ്, സഭയിലെ ഒരു മെമ്പറാണ്. പിന്നെയും കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, ഒരു വിഷയം കേട്ടിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവര് ഫ്രണ്ടല്ല, അവര് മെമ്പറാ. 35-ാം സങ്കീർത്തനം 12-ാം വാക്യം വായിച്ച്, 12, 13, 14 വായിച്ച്. 35-ാം സങ്കീർത്തനം വേഗം വായിച്ചോട്ടെ സിസ്റ്റർ. 35-ാം സങ്കീർത്തനം. എനിക്ക് നന്മയ്ക്ക് പകരം തന്നെ ചെയ്തു. എന്റെ പ്രാണൻ അനാഥത്വം വരുത്തുന്നു. ഞാൻ ചെട്ടെടുത്തു. ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. എന്റെ പ്രാർത്ഥന എന്റെ ബാർഗുണത്തിലേക്ക് മടങ്ങി വന്നു. അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയെ കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച കുനിഞ്ഞു നടന്നു. മതി നോക്കിക്കേ, അതാണ് ദൈവത്തിന്റെ ഫ്രണ്ട്. ദാവീദിന്റെ സങ്കീർത്തനമാ. അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു. ആരാന്നറിയാം? അവര് എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു. എന്റെ പ്രാണന് അനാർത്ഥം വരുത്തുന്നു. എന്നെ കുരുക്കിലിടാൻ നോക്കിയുണ്ട്. ഈ ശൗലിനെ പറ്റിയായി പറയുന്നത്. സ്തോത്രം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ കണ്ടോ, അവർ ദീനമായി കിടന്നപ്പോൾ രക്ഷപ്പെടുത്താൻ ആരാ കൊടുത്തത്? ദാവീദ്.
അവർ ധീരമായി കിടന്നപ്പോൾ ലെറ്റർ എടുത്ത് ഉപവാസം കൊണ്ട് ആത്മനമനം ചെയ്തു. എന്റെ പ്രാർത്ഥന എന്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. അവരെനിക്ക് എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയെ കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞുകൊണ്ട് നടന്നു. ഇതാണ് യഥാർത്ഥ ഫ്രണ്ട്. അവർ നമുക്ക് ഉപദ്രവമൊക്കെ ചെയ്തു, കറക്റ്റാ. അവരെനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു. സോതോമിലേക്ക് പോയ ലോത്തിന്റെ കാര്യത്തെ പറ്റി ചിന്തിച്ചോണേ. ലോത്തിനെ പിടിച്ചോണ്ട് കണ്ടോ, അവനെ പിടിച്ചോണ്ട് പോയി ആ പോട്ട് എന്നല്ല പറഞ്ഞത്. 318 കായ്യാഭ്യാസികളും ഉടനെ ഇറങ്ങി പുറപ്പെട്ട് ലോത്തിനെ അവന്റെ കുട്ടികളെ എല്ലാം പിടിച്ചോണ്ട് വന്നു. അവരാണ് ഫ്രണ്ട്. അതാണ് പ്രാർത്ഥിക്കുന്നവർ. അവർ ദീനമായി എനിക്ക് നന്മയ്ക്ക് പകരം അവർ തിന്മ ചെയ്തു. ശരിയാ, എന്റെ നന്മയ്ക്ക് പകരം അവർ തിന്മ ചെയ്തു. എന്റെ പ്രാണന് അനർത്ഥം വരുത്തുന്നു. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രക്ഷപ്പെടുത്തു. അയ്യോ, എന്തോ പറയുന്നത്? അതാണ് യോബ്. യോബിനെതിരെ എന്തെല്ലാം സംസാരിച്ചെന്നറിയാമോ? യോബിനോട് പറയാ, ദൈവം പറയുന്നത്, സ്നേഹിതന്മാരോട് പറഞ്ഞത്, എന്റെ ദാസനായ യോബ് ഇപ്പം പ്രാർത്ഥിക്കുമോ? അയ്യോ, യോബ് പ്രാർത്ഥിക്കുമോ? യോബിനെ പറ്റി ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞു, അവന്റെ കുഴപ്പം കൊണ്ടാ ഇതെല്ലാം ഉണ്ടായെന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പോഴും പ്രാർത്ഥിക്കും. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യോബിനോട് പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത്രയും പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്നല്ല പറഞ്ഞത്. യോബ് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരും. നോക്കിക്കേ, അവർ ദീനമായി കിടന്നപ്പോൾ ഞാൻ രക്ഷപ്പെടുത്തി. എന്തോ ജാവീന്ന് പറയുന്നത്? നിന്നെ അല്ലേ അവർ ഉപദ്രവിച്ചത്? നിനക്കെതിരെ അല്ലേ അവർ സംസാരിച്ച്? നീ എന്തിനിപ്പോ രക്ഷപ്പെടുക്കുന്ന ഞാൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനാണ്. ഞാൻ അവർ ചെയ്ത് ഓർത്തല്ല ചിന്തിക്കുന്നത്. ദൈവം ഒരു വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ സ്നേഹിക്കാം മനസ്സിൽ. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവർ ദീനമായി കിടന്നപ്പോൾ ഞാൻ രക്ഷപ്പെടുത്തു. അതാണ് ദൈവം ദാവീദിനെ പറ്റി പറയുന്നത്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തവൻ. എന്റെ ആലോചനയ്ക്ക് എന്റെ ഹിതമൊക്കെ അന്വേഷിക്കുന്നത്. ജീവിതത്തിൽ പരാജയങ്ങൾ പലതും വന്നു. പരാജയം വന്നപ്പോൾ ഉടനടി ഏറ്റു പറഞ്ഞു. അവിടെ കിടന്ന് ഉരുളുകയല്ല ചെയ്തത്. നാദാം പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോൾ, നീ ആ മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ, നാദാം പ്രവാചകനെ വെട്ടിക്കളയാം. പഴയ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യും. ഉടനെ പറഞ്ഞതറിയാമോ? ഉടനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, എന്റെ ആത്മാവിനെ എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിച്ചു. എന്റെ ചേരെടുത്തോ, എന്റെ സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം എടുത്തോ, നിന്റെ ആത്മാവിനെ എടുത്ത് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അതാണ് ദാവീദിന്റെ പ്രാർത്ഥന. ജീവിതത്തിൽ പരാജയപ്പെട്ടു. നാദാം പറഞ്ഞു, നീ തന്നെ ആ മനുഷ്യൻ. ഉടനെ നാദാം പ്രവാചകനെതിരെ ഒന്നും പറഞ്ഞില്ല, ഏറ്റു പറഞ്ഞു. അകൃത്യങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം ലഭിക്കത്തില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദാവീദിനോട് ദൈവം ക്ഷമിച്ചു. ദാവീദിനെ പറ്റി അപ്പോസ്തലർ പ്രവൃത്തി 13-ാം അധ്യായത്തിൽ വായിക്കുന്ന, എന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തവൻ. ദാവീദിന്റെ ജീവിതത്തിൽ പല ആലോചനകൾ പലരും ചെയ്തിട്ടുണ്ട്. ജനത്തെ എണ്ണി അത് ദൈവത്തിന്റെ ആലോചന പറയായിരുന്നു. അല്ല, പിശാചി തോന്നിപ്പിച്ച് എണ്ണിക്കുക. എന്നാൽ ഉടനെ അത് ഏറ്റു പറഞ്ഞു, അയ്യോ ഞാൻ ആ പാപി, 70,000 പേര് മരിക്കാൻ അവർ നിരപരാധികളാണ്, ഞാൻ ആ പാപം ചെയ്തത്, എന്നോട് ക്ഷമിക്കണമേ. ദാവീദ് വാവിട്ട് കരയുക. ഉടനെ ഓനാന്റെ കളത്തിലോ യാഗപീഠം പണിതു. യഹോവയ്ക്ക് യാഗം കഴിച്ചപ്പോൾ ദൈവം ആ ദേശത്തെ സൗഖ്യമാക്കി. അതാണ് ദാവീദിന്റെ ഹൃദയം. അതാണ് ഫ്രണ്ട് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ സ്നേഹിതനാകുന്ന അങ്ങനെ. ആരുടെയും ഒരു പരാതി പറയാനോ അവരുടെ ഇതും പറഞ്ഞു നടക്കാനോ അതൊന്നും അവരിൽ നിന്ന് ഫ്രണ്ടല്ല ദൈവത്തിന്റെ. അവരൊക്കെ ഉണ്ടല്ലോ വെറും മെമ്പറിൽ കൂടെ ഒന്നും നടക്കത്തില്ല. ചർച്ചിന്റെ അറ്റൻഡൻസ് ലിസ്റ്റിൽ കാണും, അതിലുള്ള വിഷയം. ദൈവം എന്നെ പറ്റി എന്ത് വിചാരിക്കുന്ന വിഷയം. മുമ്പ് ആരോ പറഞ്ഞത്, ശീലസിസ്റ്റ് പറഞ്ഞത്, മനുഷ്യന് നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നതല്ല വിഷയം, ദൈവം എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്ന വിഷയം. കാരണം ദൈവം വലിയ ന്യായാധിപതി. ദൈവം വലിയ എനിക്ക് പ്രതിഫലം തരുന്നത്. ദൈവം പറഞ്ഞവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ എല്ലാവരും എരിയുന്ന തീച്ചൂളയിൽ തള്ളിക്കളയുന്നു. ഈ പുസ്തകത്തിൽ പേരില്ലാത്തവരെ കർണാടകയിൽ പ്രസംഗിക്കുന്ന ഞാൻ, ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും
എരിയുന്ന തീച്ചൂളയിലേക്ക് തള്ളിക്കളയും. ഇതിന്റെ പേര് പുസ്തകത്തിലുണ്ടോ? നമ്മൾ മലയാള പുസ്തകത്തിൽ മലയാളത്തിൽ പ്രൈസിലോട് കേരളത്തിലൊക്കെ സുചേതനയ്ക്ക് പോകുന്നൊരു പാട്ട് പാടുന്നത് ഇപ്പോഴും ഓർക്കുന്നു. പൊന്നന്നൂര് ബെഥേൽ ബൈബിൾ കോളേജിന്റെ സ്റ്റുഡൻസ് എല്ലാം പൊന്നന്നൂർ ടൗണിൽ നിന്ന് പാട്ട് പാടുന്നു. ഞാൻ ഇപ്പോഴെന്ന പോലെ ഓർക്കുന്നു. പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും എന്തൊരു പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം കാണും എന്തൊരു. ഞാൻ ഇപ്പോഴെന്ന് പോലെ ഓർക്കുന്നു. ഒരു മുസ്ലിം കടയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ പരസ്യവും നടത്തുന്നത്. ടിപ്പു സാഹിബ് മുസ്ലിം കടയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ പാട്ട് പാടുന്നത്. ഞാൻ ഇപ്പോഴെന്നോട് ഓർക്കുന്നു. മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവി പോലുമില്ല. ഒറ്റക്കുഞ്ഞ് മതിൽ പോലും പറയത്തില്ല ഈ പാട്ടിന്റെ ശബ്ദം കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ. പേർ വിളിക്കും നേരം നിന്റെ പേര് കാണുമോ? ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും എരിയുന്ന തീച്ചൂളയിൽ ചർച്ചിലെ പേര് കാണുന്നിരിക്കും. അതല്ല വിഷയം. ചർച്ചിന്റെ ബുക്കിലുണ്ട്, അതുകൊണ്ട് കറക്റ്റാ. സ്വർഗത്തിലെ ബുക്കിലുണ്ടോ എന്നാ വിഷയം. ഇതിലൂടെ അതുകൊണ്ടാണ് മോശ പറയുന്നത്, യഹോവേ നീ അവരോട് ക്ഷമിച്ചില്ലെങ്കിൽ എന്റെ പേരങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണം. ഉടനെ ദൈവം പറഞ്ഞത് അറിയാമോ? എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ മായ്ച്ചു കളയുന്നു. ദൈവത്തിന്റെ ജെല്ല് പറയുന്ന ഒരിക്കൽ എഴുതിയ പിന്നെ ദൈവത്തിന്റെ മായ്ച്ചു കളയുന്ന റബ്ബറില്ല. റബ്ബറുണ്ട്, നല്ല റബ്ബർ ദൈവത്തിന്റെ കയ്യിലുണ്ട്. എന്ന് രാവിലെ എഴുന്നേറ്റ് തുടക്കുകയും മായ്ക്കും. അങ്ങനല്ല, ദൈവത്തിനറിയാം, സമയം കൊടുക്കും, പിന്നെ അവന്റെ പേരങ്ങ് മായ്ച്ചു കളയും. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും എരിയുന്ന തീച്ചൂളയിലിട്ട് കളയും. പേരെഴുതില്ലാത്ത ഈ പുസ്തകത്തിൽ പേരില്ലാത്തവന് എഴുതി എന്നോട് പാപം ചെയ്യുന്നതിന്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നു. ദൈവത്തിന്റെ റബ്ബറുണ്ട് എന്ന് പറയുന്നത് ഒരിക്കൽ എഴുതിയ പിന്നെ ദൈവം മായ്ച്ചു കളയും. മായ്ച്ചു കളയും. ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചില്ലെങ്കിൽ അവനെ മായ്ച്ചു കളയും. പേരെഴുതി ഒരിക്കൽ പേരെഴുതി ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. ആ പേരിന്റെ പ്രജകളോടെ ഓഹരിക്കാരായ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് ലഭിച്ചു കഴിഞ്ഞൊന്നോ തികഞ്ഞവനായൊന്നും അല്ല, അവനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. പിന്നെ പുസ്തകന പോലൂസ് പറയുന്നോ എന്നെ ഇഷ്ടപ്പെട്ടൊരു വാക്യോ, വല്ല വിധേനെ ഈ മരിച്ചവരിൽ ഒരു പുനരുത്ഥാനം എനിക്ക് ലഭിക്കണം. വല്ല വിധേനെ പുസ്തകന പോലൂസ് ചെയ്ത കാര്യങ്ങളെ ഓർക്കാൻ നമ്മളൊന്നുമില്ല. ഇത്രയും കാര്യം ചെയ്ത ഒരാൾ പറയുന്നത് വല്ല വിധേനയും ഈ മരിച്ചവരിൽ നിന്നൊരു പുനരുത്ഥാനം എനിക്ക് ലഭിക്കണം. അവൻ നിമിത്തം സകലവും ചപ്പും ചവറവും നിന്നു. സ്തോത്രം. നമ്മൾ വായിക്കുന്ന വെച്ചാൽ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. കാരണം ദൈവാലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാന്നേ ദൈവം അവിടെ ദാവീദ് ദൈവത്തിന്റെ ആലോചനപ്ര. അതുകൊണ്ടാണ് ദാവീദിനെ പറ്റി വായിക്കുന്നത് അറിയാമോ? ദാവീദിന്റെ പുത്രനായ ക്രിസ്തു വ്യക്തമായി വിളിച്ചു പോലെ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ദൈവത്തിന്റെ ഫ്രണ്ടായിരുന്നു ദാവീദ്. അബ്രഹാം ദൈവത്തിന്റെ ഫ്രണ്ട്. അതുകൊണ്ടാണ് ധനവാന്റെ ധനവാൻ യാതൊരാ സ്ഥലത്ത് കിടക്കുമ്പോൾ എന്തോ ആണെന്നറിയാം, അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്നതാണ്. ചിന്തിച്ചോണേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട വിഷയമുണ്ടല്ലോ, സ്തോത്രം. ദൈവത്തിന്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരുവേ. പ്രൈസിലോട് പിന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പ്രൈസിലോട് ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മുടെ മൈൻഡ് പോസിറ്റീവ് തിങ്കിന് വേണ്ടി, a mind that is disciplined to positive things. There is no fear, no worry, no negativity. നെഗറ്റീവ് പറഞ്ഞു നടക്കത്തില്ല, പോസിറ്റീവായിട്ട് പറഞ്ഞു നടക്കണം. നമ്മുടെ മൈൻഡ് ക്ലിയർ ആവണോ, പോസിറ്റീവ് സംസാരിച്ചുകൊണ്ടിരിക്കണം, പോസിറ്റീവായിരിക്കണം. അവിടെ പിന്നത്തെ കാര്യം വായിക്കുന്നുണ്ടല്ലോ, സ്തോത്രം. അതിൽ യോശുവയുടെ കാര്യം, നമ്മുടെ വില്ലുണ്ടല്ലോ, പോസിറ്റീവായിരിക്കണം. യോശുവ പറഞ്ഞത്, നിങ്ങൾ എന്താ വല്ലതും ചെയ്തു? ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും.
നമുക്ക് ആ തീരുമാനം ഉണ്ടോ എന്ന് നമ്മൾ തന്നെ രാവിലെ ചിന്തിച്ചോണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളെ കാണിച്ചു തന്നു. ഇറ്റ്സ് യുവർ ചോയ്സ്, ഇറ്റ്സ് യുവർ ചോയ്സ്. പ്രജകളോട് അതുകൊണ്ടാണ് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ജീവനും മരണം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു, അനുഗ്രഹവും ശാപവും നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. ചൂസ് ലൈഫ് എന്ന വായിക്കുന്നത്. ജീവനെ തെരഞ്ഞെടുത്തോളാൻ, ജീവനെ തെരഞ്ഞെടുക്കാൻ, ദീർഘായുസ്സുണ്ടാകാൻ ജീവനെ തെരഞ്ഞെടുത്തോളാൻ. അത് 34 സങ്കീർത്തനം 12-14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്. നന്മയ ആ വാക്യം വായിച്ചു. 34 സങ്കീർത്തനത്തിലെ വാക്യം വായിച്ചോട്ടെ, വേഗം വായിച്ചോട്ടെ. 34 സങ്കീർത്തനം 12, 13, 14 വാക്യം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിനെ ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടാവുന്ന ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. താങ്ക് യു. Whoever of you loves life desires to see many good days. Keep your tongue from evil and your lips from speaking lies. Turn from evil and do good and seek peace and pursue it. 37 സങ്കീർത്തനം 27 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 37 സങ്കീർത്തനം 27 വാക്യം വായിച്ചാൽ, ദോഷം വിട്ടാവുന്ന ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. സ്തോത്രം. ദോഷം വിട്ടാവുന്ന ഗുണം ചെയ്യുക. ഇവിടെ വായിക്കുന്ന നമ്മുടെ നാവിനെ സൂക്ഷിച്ചോണം, നമ്മുടെ ലൈഫിനെ സൂക്ഷിച്ചോളണം. പ്രജകളോട് ഹല്ലേലൂയ, കർത്താവിനെ പിന്തുടരുന്നവർ സീക്ക് പീസ് ആൻഡ് പർസ്യൂ ഇറ്റ്. സമാധാന പ്രഭുവായ കർത്താവിനെ പിന്തുടർന്നോണം. കാരണം നമുക്ക് പറന്നു പോകേണ്ടവരാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്ന വിഷയമുണ്ട്, ആ തീരുമാനത്തിന്മേൽ ഉറച്ചു നിന്നോണം. യോശുവായെപ്പോലെ തീരുമാനത്തിൽ ഉറച്ചു നിന്നോണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിനുവേണ്ടി ആരാധിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി. കാരണം എൻ്റെ സോൾ പ്രോസ്പർ ആകണം, പ്രോസ്പർ സോൾ ആകണം. പിന്നെ നമ്മൾ വായിക്കുന്ന വിഷയമുണ്ടല്ലോ, പ്രജകളോട് എ മൈൻഡ് ദാറ്റ് ഈസ് ക്രിയേറ്റീവ് ആൻഡ് ഷാർപ്പ് ടു ഫോളോ ദ ഡയറക്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കാരണം റോമാലേഖനം 8:14 വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെ. കാരണം നമ്മുടെ മൈൻഡ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ആത്മാവ് പറയുന്നത് കേൾക്കാനൊക്കത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഇന്ന ചർച്ചിലെ മെമ്പറോ ആ ചർച്ചിലെ മെമ്പറോ ഒന്നുമല്ല വിഷയം. ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാ ദൈവത്തിന്റെ മക്കൾ. ഇടത്തോടെ വലത്തോടെ തിരിയുമ്പോൾ വഴി ഇതാവുന്ന ഇതിൽ കൂടെ നടന്നുകൊള്ളാവുന്ന ദൈവശബ്ദം കേൾക്കും. ആ ദൈവശബ്ദം കേൾക്കണം, ആ ദൈവശബ്ദത്തെ അനുസരിച്ച് നടക്കണം. അവരാ ദൈവമക്കൾ. അവരിവരും പറയുന്ന കേട്ട് നടക്കുന്നവരല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന കേട്ട് നടക്കുന്നവരാ ദൈവത്തിന്റെ മക്കൾ. പിന്നെ നമ്മൾ വായിക്കുന്ന വിഷയമുണ്ടല്ലോ, സ്തോത്രം. 2 കൊരിന്ത്യർ 5-7 വാക്യം വായിച്ചേ. ഇമോഷൻ എന്താ ചെയ്യണം നോക്കിക്കേ. 2 കൊരിന്ത്യർ 5-7 വാക്യം. അവർ ഇരിക്കുന്ന കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ലെന്ന്, വിശ്വാസത്താൽ അത്രേ ഞാൻ നടക്കുന്നത്. ഇപ്പൊ കാഴ്ചയാലെന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുന്ന പോലെ, ഇവർക്ക് തോന്നുന്ന പോലെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇമോഷൻസ് ആർ ഡിസിപ്ലിൻ. മൈ ഇമോഷൻസ് ആർ ഡിസിപ്ലിൻ. മൈ വിൽ ഇസ് പോസിറ്റീവ്. മൈ മൈൻഡ് ഇസ് ക്ലിയർ. എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സാവുള്ളത്. ഞങ്ങൾ മരിച്ചു, ഞങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കാൻ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒന്നും വേണ്ടെന്നല്ല പറഞ്ഞ, എല്ലാം വേണം. നമ്മുടെ ചിന്ത എവിടെ ആയിരിക്കേണ്ടതെന്ന് അറിയാം. വിശ്വാസത്തിന് നായനും പൂർത്തിവരുത്തുന്ന യേശുവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കണം. അതുകൊണ്ടാണ് യോശാഫാത്തിന് ചുറ്റും വലിയൊരു സൈന്യം വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കും പറയുന്നത് അറിയാമോ, ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുവിനോട് എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കണം. കർത്താവെ, നീ അവിടുന്ന് പറഞ്ഞ വാക്ക് കേൾക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുക. ഉടനെ കൊണ്ടല്ല ദൈവം സംസാരിച്ചു, നിങ്ങൾ പാടി സ്തുതിച്ചോളാൻ പറഞ്ഞു. ഞാൻ 10 ഇരിപ്പുകാരെ വരുത്തി ആ ശത്രുവിനെ എന്നോട് ഞാൻ യുദ്ധം ചെയ്തോളാം, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട. ഇതാണ് ദൈവത്തിന്റെ വഴികൾ. പിന്നെ നോക്കിക്കേ, നമ്മുടെ സോൾ പ്രോസ്പറാണ്. അതാണ് വിഷയം. എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ മൈൻഡ്, വില്ല്, ഇമോഷൻ. വില്ല് ജോഷുവയെ പോലെ ആയിരിക്കണം. മൈൻഡ് പ്രജകളോട് ദൈവത്തിന്റെ വചനത്താൽ എന്നും ആ ക്രിയേറ്റീവ് ആയിരിക്കണം. സ്തോത്രം. മൈൻഡ് ദൈവത്തിന്റെ വചനം വായിച്ചിട്ട് മൈൻഡിൽ കൂടെ പോകണം, ജോലിയൊക്കെ ചെയ്യണം.
അതും ഇതുമല്ല ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ വചനത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സോൾ പ്രോസ്പർ ആകും. സോൾ പ്രോസ്പർ ആയ കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രോസ്പർ ആകും. അതുകൊണ്ടാണ് സ്തോത്രം പള്ളിപ്രമാണിയാണ് ഞാൻ എപ്പോഴും പറയുന്ന വിഷയമുള്ളത്. പള്ളിപ്രമാണിക്ക് ഒരു തീരുമാനം വന്നു, എൻ്റെ കുഞ്ഞുമോൾ മരിക്കാതെ അത് കറക്കാം, പക്ഷെ നീ വന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊട്ടാലുണ്ടല്ലോ ആ കുഞ്ഞിന് സൗഖ്യം വരും. ആ വാക്കിന് പുറത്താല കർത്താവ് പോയത്. അല്ല പള്ളിപ്രമാണിയുടെ കൂടെ പോകുന്ന വലിയ പ്രമാണിയാന്ന് പറഞ്ഞുകൊണ്ടല്ല പോയത്. വിശ്വാസത്തിന്റെ വാക്ക് സംസാരിച്ചപ്പോൾ മൈൻഡ് ക്ലിയർ ആയി. ആ ഉലയിന്തകളെല്ലാം വിട്ടുകളഞ്ഞു. അതുകൊണ്ടാണ് എസ്യാപ്പുറ 26 നമ്മൾ വായിക്കുന്ന വിഷയം എന്തോ പറയുന്നല്ലോ, ആശ്രയം വെച്ചിരിക്കുന്നവണ് നീ അവനെ പെർഫെക്റ്റ് പീസ്. തീരുമാനത്തിൽ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഇനി നമ്മുടെ സ്തോത്രം നമ്മുടെ മൈൻഡിനെ, നമ്മുടെ സോളിനെ എങ്ങനെ പ്രോസ്പർ ആക്കാം. ഒന്നാമത് നമ്മൾ പഠിച്ച വിഷയം എന്ന് പറയുമ്പോൾ നമ്മുടെ മത്തായി സുവിശേഷം 8-13 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്താ വാക്യം വായിക്കുക? മത്തായി സുവിശേഷം 8-13 വാക്യം. പിന്നെ യേശു ശതാധിപനോടെ പോക, നീ വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ നീ എന്റെ പരിക്കാത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ഭാര്യക്കാരൻ സൗഖ്യം വരും. വന്നേക്കുമെന്നല്ല, ചിലപ്പം വരുമെന്നല്ല, വരുമെന്നാ പറഞ്ഞു. വിശ്വാസത്തിന്റെ വാക്ക്, പോസിറ്റീവ് വേർഡ് നമ്മുടെ വായിന്ന് പുറപ്പെടണം. മൈൻഡ് ക്ലിയർ ആകണമെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നവരായി ചെയ്യുവേൻ. നമ്മുടെ മൈൻഡ് ഫോക്കസ് ചെയ്യുന്ന പോസിറ്റീവ്, നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ സ്തോത്രം നമ്മുടെ Proverbs chapter 23:7 വായിച്ച്, വാക്യം 23:7 വായിച്ച് പ്ലീസ്. അവൻ തന്നെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു, ഇന്ന് കുടിച്ചു കൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. കണ്ടോ? അവന്റെ മനസ്സിൽ കണക്കൂട്ടുന്ന പോലെ ആവുന്നു. അവൻ ചേഞ്ച് യുവർ മൈൻഡ്. നമ്മുടെ മനസ്സൊന്ന് ക്രിസ്തുവിലായിരിക്കണം. മനസ്സിൽ അതും ഇതും പറഞ്ഞുകൊണ്ടിരുന്നാ ഉണ്ടല്ലോ, ശത്രു വന്ന് അതിൻ്റെ അകത്ത് വന്ന് മുതലെടുത്തുകോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ മുൻപ് കണ്ട വാക്യമാണ് think on such things എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സത്യമായതൊക്കെ, രമ്യമായതൊക്കെ, സൽകൃത്യായത്, പൂഴ്ചയൊക്കെ, ഇതൊക്കെ ചിന്തിച്ചോളുവി. പിന്നെ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട് നമ്മുടെ മൈൻഡിനെ റിന്യൂ ചെയ്യണം. പിന്നെ ചാപ്റ്റർ 26:3 വായിക്കുന്നത്, നമ്മുടെ സ്ഥിരമാനസിൽ നിന്ന് ആശ്രയം മൈൻഡ് എന്നുള്ള പേര് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സ്, പ്രൈസ് ദി ലോർഡ്, whose mind is stayed on thee. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മൾ ചെയ്യുന്ന വിഷയമുണ്ടല്ലോ, ആത്മാവിൽ നടക്കണം. ഈ ആത്മാവിൽ നടന്നെങ്കിൽ മാത്രമേ ജഡത്തിന്റെ ക്രിയകളെ മരിപ്പിക്കാൻ ഒക്കത്തുള്ളൂ. സ്തോത്രം. നമ്മൾ പല കാര്യങ്ങളും ഇന്ന് സംസാരിച്ചു. സ്തോത്രം. നമ്മളെ ചോദിക്കാനായിരുന്നു ഇന്ന് വചനം സംസാരിക്കേണ്ടത്. അപ്പം നല്ല സുഖമില്ലാതെ കിടക്കുക, ചോദിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. നല്ല സുഖമില്ലാതെ ഇപ്പം ഹൂസ്റ്റണിലാണ്. കർത്താവിന്റെ ദാസന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പറഞ്ഞ വിഷയമുണ്ടല്ലോ, നമ്മളെ പോസിറ്റീവായി കർത്താവിന്റെ ദാസന് ഇന്ന് പകൽക്കാലം തന്നെ പൂർണ്ണ ബലവും ആരോഗ്യം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ആളുകളിലെല്ലാം എല്ലാ ബുധനാഴ്ചയും കടന്നു വന്ന് രാവിലെ കടന്നു വന്ന് ദൈവത്തിനെ ശുശ്രൂഷിച്ചു കൊടുക്കുന്ന കർത്താവിന്റെ ദാസന് പൂർണ്ണ ബലത്തിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ ഷാർപ്പായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസന് സൗഖ്യം കൊടുക്കണമേ, പ്രൈസ് ദി ലോർഡ് എന്ന് ഉറപ്പായി പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ദൈവം നിശ്ചയമായിട്ട് ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. നമുക്ക് തുറന്നുള്ള സമയം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ലൈനിലുണ്ടോ? ഇല്ല തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം എനിക്ക് തോന്നുന്നു ലൈൻ മ്യൂട്ട് ചെയ്താന്നു മനസ്സിലാക്കി. വർഗീസ് ഫസ്റ്റ് ചോദിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പ്ലീസ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളിപ്പോൾ ഒരുമനപ്പെട്ട കർത്താവേ, ഞങ്ങളെ ഇന്ന് നല്ല വചനങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയനെ ഇതിന്റെ മനസ്സുമായി പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുമനപ്പെട്ട പ്രിയ ചോദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും എന്റെ ദാസൻ ഞങ്ങൾക്ക് ഈ സമയത്ത്
ദൈവത്തിന്റെ വചനം വിളമ്പി തരുവാന് കർത്താവേ നീ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്തോത്രം. എന്നാൽ ഇപ്പോൾ ശാരീരിക ക്ലേശത്തോടെ ഹൂസ്റ്റലിലായിരിക്കുന്നു. അപ്പച്ചാ, ഞാൻ ശതാധിപൻ പറഞ്ഞതുപോലെ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അപ്പച്ചാ, ഞങ്ങൾ ഒരുമനപ്പെട്ട് നിന്റെ ദാസനെ നിന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ആരുടെയും കുറവുകൾ ഓർക്കാതെ വേണം, അവിശ്വാസം ഓർക്കാതെ വേണം. അപ്പച്ചോ, കരുണയുള്ള ദൈവമേ, മനസ്സലിവുള്ള പിതാവേ, ഞങ്ങൾ മക്കളാകുന്നു. അപ്പാ, നീ ഞങ്ങളെ മക്കളായി തിരഞ്ഞെടുത്തുകൊണ്ട് മക്കൾ വന്ന് അപ്പത്തിന്റെ പാദപീഠത്തിൽ അടുത്ത് വന്നുകൊണ്ട് കർത്താവേ ജോയിച്ചാനെ ഞങ്ങൾ ഒരുമനപ്പെട്ട് കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പറ്റാ സൗഖ്യമാക്കുന്ന കരത്തിന്റെ ശക്തി കർത്താവേ, നിന്റെ വചനം അവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കിയ എഴുതിയ പ്രകാരം ഏഴകൾ ഒരുമനപ്പെട്ട് ഇവിടെ പ്രാർത്ഥിക്കുമോ റിഖോന, ഈ വചനത്തിന്റെ ശക്തി, ഈ പ്രാർത്ഥനയുടെ ശക്തി നിന്റെ ദാസന്റെ മൺകൂടാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കർത്താവേ, അത് സൗഖ്യമായി വ്യാപരിക്കുന്നു, അത് ബലമായി വ്യാപരിക്കുന്നു, അത് ഉന്മേഷമായിട്ട് ഞാൻ ഉന്മേഷം പ്രാപിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം, ഞാൻ ഉന്മേഷം പ്രാപിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവേ തന്റെ മനസ്സിനെയും തന്റെ ശരീരത്തെയും പുതിയ ബലം ധരിപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീര ക്ഷീണങ്ങൾ മാറട്ടെ. കർത്താവേ, ജീവന്റെ മന്ന തന്റെ ഹൃദയത്തിനകത്തോട്ട് വ്യാപരിക്കട്ടെ. ക്ഷീണിച്ച ഹൃദയത്തെ ബലപ്പെടുത്തുന്നപ്പം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, അവിടുന്ന് കൃപ പകർന്നു കൊടുത്തത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് ചോദിച്ചാൽ ശക്തിയും ബലവും പകർന്നു കൊടുത്തുകൊണ്ട് സ്തോത്രം. എഴുന്നേൽപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ബലം പകർന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ പ്രളയിലും കർത്താവേ, ഞങ്ങളുടെ മേലും നിന്റെ കൃപയും ശക്തിയും പിന്നെയും പകർന്നു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല വചനം സംസാരിച്ച് എന്റെ ദാസനെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ സകലത് ശുഭമായിരിക്കത്തക്കവണ്ണം കർത്താവ് പിന്നെ സഹായിക്കണമേ. താഴ്ത്തി സമർപ്പിക്കുന്നു പ്രാർത്ഥനയും അപേക്ഷയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ജോസഫാത്തി പാസ്റ്ററെ, ഈ വചനം എന്നോടായിരുന്നു സംസാരിച്ചത് രാവിലെ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്റെ മനസ്സ് പല കാരണങ്ങളാൽ ഇങ്ങനെ അങ്ങ് വ്യാകുലപ്പെട്ടിരിക്കുക. ഞാൻ ഈ വചനം ഏറ്റെടുക്കുന്നു. ഞാൻ ധൈര്യനുണ്ടായിരുന്നു. ഞാന് രാവിലെ എഴുന്നേറ്റതാണ്. മനസ്സിങ്ങനെ പല ചിന്തകളാൽ ഇങ്ങനെ അങ്ങ് വ്യാകുലപ്പെട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ദൈവവചനം ധാരാളം വായിക്കുന്നുണ്ട്. അത് ദൈവമക്കളായി നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആത്മാർത്ഥമായിട്ടൊന്നും സംസാരിക്കുമ്പോൾ ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ശക്തമായിട്ട് ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു, വചനം ഏറ്റെടുക്കുന്നു. ഈ വചനമെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വചനങ്ങളായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി ശക്തമായിട്ട് രാവിലെ സമയം ഞാൻ ദൈവത്തിൽ എന്നെ സമർപ്പിക്കും. പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ നീ മരിച്ചു പോകും. നിന്റെ മുൻപാകെ വിശ്വസ്തയോടും നിർമ്മലതയോടും ഏകാഗ്രത ഹൃദയത്തോടും ചെയ്തു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കരഞ്ഞു ഓർക്കണമേ. നിന്റെ നാമത്തിന് വേണ്ടി ജോലി വിട്ട്, നിന്റെ നാമത്തിന് വേണ്ടി സകലവും വിട്ട്, നാമത്തിന് വേണ്ടി നിന്റെ ദാസനെ ഓർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുത്രന്റെ പരിശുദ്ധാത്മാവിനോട് കണ്ണ കാണിക്കണമേ. തന്നെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമാവുകയാണ്. ദൈവീയ സമാധാനം കൊണ്ട് നിന്റെ ദാസനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഒരു പ്രളയമായി കടന്നു വരുമ്പോൾ ആത്മാവ് ഒരു സ്റ്റാൻഡേർഡ് പൂർണ്ണ സമാധാനത്തെ കാക്കും, പൂർണ്ണ സമാധാനത്തെ കാക്കും. ചന്ദ്രന്റെ മേഖലയിലെ അപേന്ദ്രവനെ കൊണ്ടുപോയവര് തീയുടെ ആലിൽ ശക്തി കൊണ്ട് അവര് കെട്ടുവീണു. സ്തോത്രം. എന്നാൽ അവരോ പെരുമാറ്റത്തിൽ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തെ കാക്കും, പൂർണ്ണ സമാധാനത്തെ കാക്കും. ഇതിനാദ്യം ബലപ്പെടുത്തണമേ. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന്റെ സമാധാനം നദി പോലെ സമാധാനം നദി പോലെ എങ്കിലോ ഞാൻ ഗോവയിൽ ആനന്ദിക്കും. എന്റെ വേദമാൻ കാല് പോലെയാക്കി ഉന്നതഗിരികളിൽ നടക്കുമാറാക്കും. ഇതിനാർത്തിന് ഹയർ സ്റ്റെപ്പിലേക്ക് നടത്തണമേ. ഹയർ സ്റ്റെപ്പിലേക്ക് നടത്തണമേ. നേടുകളെ കയറുവാൻ വേദമാൻ കാല് പോലെ കാലുകളെ ആക്കണമേ. ഉന്നതഗിരികളിന്മേൽ ദൈവം നടത്താൻ പോകും. വേദമാൻ കാല് പോലെയാക്കും. അതൊക്കെ കറക്റ്റാ. എങ്കിലോ ഞാൻ യഹോവയിൽ ആനന്ദിക്കാൻ പോവാ. ഞാൻ എന്റെ മനസ്സ് കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതൊക്കെ ഒരു വിഷയം കഴിഞ്ഞു കിടക്കും. ഞാൻ യഹോവയിൽ ആനന്ദിക്കുമ്പോൾ അവൻ എന്റെ കാലുകളെ പേടമാൻ കാല് പോലെയാക്കി ഉന്നതഗിരികളിൽ നടക്കുമാറാക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ ദൈവം നടത്താൻ പോവാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. സ്തോത്രം. സഹായിക്കട്ടെ. സ്തോത്രം.